ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവങ്ങളെ വിശുദ്ധവാണിക്ക് ശേഷം ശുദ്ധമുള്ള ആലയത്തിലായിരിക്കുമ്പോൾ ദൈവം നല്ല നന്മകളെ പ്രതിയും അവനെ നിയമം നടത്തിയ നന്മവഴികളെ പ്രതിയും അവന്റെ മുമ്പാകെ നന്ദിയുള്ളവരായി നമുക്ക് അവശേഷിക്കാം. പരമകാരുണ്യവാനായിരിക്കും തന്റെ മകൻ സിംഹാസം തോന്നുന്നു നമ്മളോട് കീഴിൽ കരുണ ചെയ്യുന്നതിനായിരിക്കും. അവന്റെ കരുണയുടെ അവകാശികളും അവന്റെ കരുണയുടെ അനന്തരഗാമികളുമായി ജീവിക്കാൻ തക്കവണ്ണം നമുക്കും നമ്മുടെ തലമുറകൾക്കും ഇടയാകരുത്. നമുക്ക് അവന്റെ മുമ്പാകെ പ്രാർത്ഥനയോടെ ആയിരിക്കും. പ്രാസംഗൻ എന്ന വാക്കിയല്ലാത്ത സന്ദർഭവശാൽ വന്നു കയറി പ്രാസംഗൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സന്ദർഭവശാൽ വന്നു കയറിയാണ് പ്രാർത്ഥന പറയുക. വിളിച്ചത് മറ്റൊന്നാണ്. നിങ്ങളുടെ ആരോഗ്യത്തെപ്പറ്റി ഒരു അവബോധം തരുവാൻ തക്കമെന്നാണ് ആഗ്രഹിച്ചത്. പക്ഷെ പ്രത്യേക സാഹചര്യത്തിൽ അതിന് കഴിയാതെ വന്നപ്പോൾ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടാണ്. അതുകൊണ്ട് അവപ്പിഴകൾ എന്തെങ്കിലും പറ്റിയാൽ സാധനം ക്ഷമിക്കുകയും പ്രിയപ്പെട്ട ദമ്പതികളെ എന്ന് നിങ്ങൾ അഭിസംബോധന ചെയ്യുമ്പോൾ ഈ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ സഭ നവവധൂവരന്മാർക്ക് ഈ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് കൊടുക്കുന്നു. വിവാഹത്തിന് മുമ്പുള്ളതായ കൗൺസിലിംഗ് സെഷൻ കൊടുക്കുന്നു. അത് കൊടുക്കുന്നത് അതിനുശേഷം വിവാഹ ജീവിതമൊന്നും സമ്പൽ സംസ്ഥാനമൊന്നും ഉറപ്പുകളൊന്നുമില്ല. അത് കൊടുക്കുന്നത് അനുഭവസ്ഥരൊക്കെ ചിരിക്കുമ്പോൾ ഓരോ ശരിക്കും ഓരോ അർത്ഥമാണ്. അപ്പോ കൊടുക്കുന്നത് വിവാഹത്തെ പറ്റി അവരുടെ സങ്കല്പങ്ങൾക്ക് അപ്പുറം കാണാൻ പോകുന്ന യാഥാർത്ഥ്യത്തെ പറ്റി അവരെ ബോധവാന്മാരാക്കുവാൻ തക്കമാണ് മണിഞ്ഞുള്ള കൗൺസിലിംഗ് സെഷനുകൾ കൊടുക്കുന്നത്. എന്നാൽ പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിംഗ് വേണമെന്നുള്ളത് കാലഘട്ടത്തിന്റെ ആവശ്യകതയാണെന്ന് 4ാം മുറകളിൽ നിന്നുള്ളതായ ആവശ്യം ഉയർത്തുന്നു. കഴിഞ്ഞ മാസം നടന്നതായ UAE സോണലിന്റെ വാർഷിക പൊതുയോഗത്തിൽ ഉന്നയിക്കപ്പെട്ട ഒരു ആവശ്യം ഇതാണ്. പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിംഗ് നിർബന്ധമായ കാര്യമാണ്. വർഷം തോറും UAE സോണലിൽ നടത്തുന്നതായ ധ്യാനം, എല്ലാ പള്ളികളിലും അതാത് ധ്യാനങ്ങളുണ്ട്, ഒരുപാട് കൺവെൻഷനുകളുണ്ട്. പിന്നെ മാധ്യമങ്ങൾ അതിലൂടെ അതിലേറെ കൺവെൻഷനുകൾ കേൾക്കാൻ കഴിയും. അതുകൊണ്ട് ആ ധ്യാനം മാറ്റി പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിംഗ് നടത്തുന്ന സെഷൻ നടത്താം എന്ന തീരുമാനത്തിലേക്ക് കഴിഞ്ഞു. UAE സോണൽ പള്ളി പ്രതിപക്ഷവും ഒരു ആലോചനയിൽ തീരുമാനമാക്കിയായിരുന്നു. അപ്പോൾ കാലഘട്ടത്തിന്റെ അനിവാര്യത എന്ന് പറയട്ടെ, ഈ പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിംഗ് എന്നുള്ളത് നമുക്ക് ആവശ്യമായിരിക്കും. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ എന്താണ് ഇതിന്റെ പ്രാധാന്യം? ഉപദേശം കൊണ്ട് ആരും നന്നായിട്ടില്ല എന്ന് പറയുവാനും ഉപദേശം ആവശ്യമായി വന്നു. ഉപദേശം കൊണ്ട് ആരും നന്നായിട്ടില്ല എന്ന് പറയുവാനും ഉപദേശം ആവശ്യമായി വന്നു. അതുകൊണ്ട് ഉപദേശിക്കാൻ പാകാനല്ല, ഉപദേശം കൊണ്ട് ആരും നന്നാവത്തില്ല. പക്ഷേ ചില തിരിച്ചറിവുകൾ നമുക്ക് നമ്മുടെ ജീവിത മാർഗങ്ങളിൽ ഉണ്ടെങ്കിൽ നമ്മളെ തന്നെ ഒന്ന് മാറ്റുവാനും അല്പം പിന്നിലേക്കൊന്ന് യാത്ര ചെയ്യുവാനും ഇടയ്ക്കൊക്കെ യാത്രയൊന്ന് പോസ് ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കും. അപ്പോൾ തിരിച്ചറിവുകളുടെ ലോകമാണ് നമുക്ക് ആവശ്യം. നമുക്ക് നഷ്ടപ്പെട്ടു പോയത് തിരിച്ചറിവുകളില്ല എന്നുള്ളതാണ് നമുക്ക് സംഭവിച്ചതായ അവശയം. അപ്പോൾ ഇന്നത്തെ മനോഹരമായ പരിപാടി കൂടൊരുക്കാം എന്ന പേരിൽ വിളിക്കുമ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ബിൽഡിംഗ് ദ നെസ്റ്റ് ടുഗദർ, ഒരുമിച്ച് ഈ കൂട് പണിയാം എന്നുള്ളതാണ് നമ്മുടെ ഈ പരിപാടിയുടെ പേര് തന്നെ. ഒരുമിച്ച് കൂട് പണിയാമെന്ന് പറഞ്ഞാണ്. ഈ കാണുന്ന ആ നോട്ടീസിൽ മനോഹരമായ ഇണക്കിളികളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കിളികളുടെ ജീവിതത്തിലുള്ള യാത്രയാണ്. നമുക്ക് മനുഷ്യരായിട്ട് ഇത്രയും നാൾ ജീവിച്ചല്ലോ, 30, 50, 60, 70 ഒക്കെയായി ജീവിച്ചിട്ട് ഇനി നമുക്ക് കിളികളുടെ ജീവിതം നോക്കാം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ല ധാരണയുണ്ട് എങ്ങനെയാണെന്നുള്ളത്. നാളെ എങ്ങനെയാണ് തീരുമെന്നുള്ളത് നമുക്ക് നല്ല ധാരണയുണ്ട്. എന്നാലും നമുക്ക് ഈ കിളികളുടെ ജീവിതത്തിലുള്ള യാത്ര ചെയ്താൽ കിളികൾ കൂട് കിട്ടുന്നത് സിംഗിൾ ബേർഡ് നെവർ മേക്ക് എ നെസ്റ്റ്. ഒരു കിളിയെ ഏക കിളിയായിരിക്കുമ്പോൾ അത് ഒരിക്കലും കൂട് കിട്ടാറില്ല. അവർ കപ്പിൾസായി കഴിയുമ്പോഴാണ് അവർ കൂടുണ്ടാക്കാറുള്ളത്. അവരുടെ കുടുംബവും വംശവും നിലനിർത്തുന്നതിന് വേണ്ടിയും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന സന്തോഷത്തെ വരവേൽക്കുവാൻ തക്കവണ്ണമാണ് അവർ കൂടുണ്ടാക്കുന്നത്. ആ കൂടുണ്ടാക്കുന്നതിന്റെ പിന്നിൽ അവർക്ക് ഏക ലക്ഷ്യമുള്ളൂ. ഈ കൂട് ഞങ്ങളുടെ ജീവിതത്തിലെ അതിപ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഈ കൂട് ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്നതിലൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം. ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം വന്നുചേരണം. ഞങ്ങളുടെ ജീവിതം സുരക്ഷിതമായി തീരണം. ഞങ്ങൾക്ക് വിളക്കുവാനിക്ക് തലമുറകൾ സുരക്ഷിതരായി തീരണം. അങ്ങനെ ഒരുപാട് കാഴ്ചപ്പാടുകളോടെയാണ് ഈ കൂട് കിളികൾ ഒരുക്കുന്നത്. നമ്മളും മനുഷ്യരായി ഇത്രയധികം നാളെ ജീവിച്ചിട്ട് ഇനി കിളികളെ കൂടുകളെ ഒരുക്കുവാൻ തക്കവണ്ണം വിശുദ്ധ ബലിപീഠത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ
ഇനിയും കൂടുകൾ ഒരുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരുക്കുവാൻ തക്കവണ്ണോടെ തിരിച്ചറിവുകൾ ഈ കിളികളോട് നമുക്ക് ചെയ്യുന്നു. കിളികൾ അവരുടെ വാസസ്ഥലങ്ങളെ തെരഞ്ഞെടുക്കുമ്പോൾ ചില പ്രത്യേക കിളികളുണ്ട്. പെൺകിളിക്ക് ആൺകിളികൾക്കും അവരുടേതായ ഡ്യൂട്ടീസും അവനവന്റെ ഡ്യൂട്ടി മാത്രമേ അവന് ചെയ്യുള്ളൂ. ഈ ആൺകിളിയുടെ ഡ്യൂട്ടിയാണ് കൂടെ ഒരുക്കുവാനായിട്ട് സമയമാകുമ്പോൾ പെൺകിളി മുട്ടയിടാൻ സമയമാകുമ്പോൾ ആൺകിളി വേണം ആ കൂടുണ്ടാക്കാൻ. കൂടുണ്ടാക്കുന്നത് വെറുതെ പോയി എവിടെയും തോന്നുന്നത് പോയി കൂടുണ്ടാക്കാൻ പറ്റത്തില്ല. കൃത്യമായ സ്ഥലം തിരഞ്ഞെടുക്കണം. സ്ഥലം തിരഞ്ഞെടുത്ത് ഒരു നല്ല മാസ്റ്റർ പ്ലാനോടുകൂടി ഒരു കൂടുണ്ടാക്കി ആ കൂട് നല്ലൊരു സർട്ടിഫൈഡ് എഞ്ചിനീയറെ കൊണ്ട് സർട്ടിഫൈ ചെയ്യിച്ച് ആ കൂട് സർട്ടിഫൈഡ് എഞ്ചിനീയർ പറഞ്ഞ ഈ പെൺകിളി തന്നെയാണ്. ആ പെൺകിളി വന്ന് ഇതെല്ലാം സുരക്ഷിതമാണ്, ഇതിനെല്ലാം പറഞ്ഞിരിക്കുന്നതായ അല്ലെ ഗവൺമെന്റിന്റെ കാലാകാലങ്ങളിൽ ഇരുന്ന മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രമേ ഈ പെൺകിളി ആ കൂട് തെരഞ്ഞെടുക്കുള്ളൂ. വെറുതെ ശാസ്ത്രം കൃത്യമായിട്ട് കാര്യത്തിൽ പറഞ്ഞു. അങ്ങനെ സർട്ടിഫൈ ചെയ്യപ്പെട്ടതായ കൂട്ടിലേക്ക് പിന്നെ ഈ എൻട്രി ചെയ്യുന്ന പെൺകിളിക്ക് വേറെ ചില കാര്യങ്ങളുണ്ട്. ഈ എക്സ്റ്റീരിയർ പണി മാത്രമേ ഈ ആൺകിളിക്കുള്ളൂ. ഇന്റീരിയർ വർക്ക് മുഴുവൻ നടത്തുന്നത് ഈ പെൺകിളിയാണ്. നമ്മൾ മുട്ടയിടുവാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ആ കൂട്ടിൽ ഒതുക്കുക, അങ്ങനെ മുട്ടകൾ കൂട്ടിലേക്ക് കൂടുതലെ കമ്പനി ചെയ്ത് കൊണ്ട് പൊട്ടിപ്പോകാതിരിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുക. അങ്ങനെ കൂട് മൂടി പിടിപ്പിക്കുന്നതും അലങ്കരിക്കുന്നതും ആദരമാക്കുന്നതും ഈ പെൺകിളിയുടെ ഉത്തരവാദിത്വം. അങ്ങനെ ഈ ആൺകിളിയും പെൺകിളിയും കൂടെ ചേർന്ന് ആ കൂടുണ്ടാക്കി ആ കൂട് തോടിലിരിച്ച് അവിടെ കുഞ്ഞുങ്ങൾക്ക് അവർ ജന്മം കൊടുത്ത് അവരുടെ കുടുംബമായി അവിടെ കഴിയുമ്പോൾ എത്ര മനോഹരമാണ്. കൂട്ടിൽ കിളിക്കുഞ്ഞുങ്ങളുള്ളതായ കൂടുതൽ കാണാൻ നമ്മുടെയും കുടുംബങ്ങളും അപ്രധാനം. ഈ കിളികളെ പോലെ അവനവന്റെ ഉത്തരവാദിത്തങ്ങളെ നിറവേറ്റി നമ്മുടെ ജീവിതം സമ്പൽസമൃദ്ധവും സമ്പുഷ്ടവും അലങ്കാരപൂർവമാക്കി തീർക്കുക എന്നുള്ളത് നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അത് കാലഘട്ടത്തിന്റെ ആവശ്യകതയാണെന്ന് നാം മറന്നുപോകുന്നത്. കാലത്തിലൂടെ നാം ഒന്ന് യാത്ര ചെയ്യുമ്പോൾ ഒരു കാലഘട്ടം പറഞ്ഞു വെച്ച ചില കാവ്യഭാഗങ്ങളെ ഒക്കെ ഒന്ന് പഠിച്ച് ധ്യാനിച്ച് വിശുദ്ധത്തിലൂടെ ഒന്ന് യാത്ര ചെയ്ത് നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കുമ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടുകൂടിയായിരിക്കും. നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമുള്ളത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് യഥായോഗ്യം നൽകുവാൻ തക്കവണ്ണം എല്ലാവരും പ്രാർത്ഥനയോടുകൂടിയായിരിക്കണമെന്ന് സ്നേഹബുദ്ധിയെ നിങ്ങൾ ഓർമ്മിക്കുകയാണ്. നമുക്ക് മുന്നേ കടന്നുപോയ ഒരുപാട് മാതാപിതാക്കളുടെ ജീവിതം കണ്ടിട്ടാണ് നമ്മൾ ഈ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. നിർബന്ധം കൊണ്ടും പരപ്രേമവുമല്ല, സ്വബുദ്ധിയാലും സ്വയിഷ്ടത്താലും ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവരാണ്. നമുക്ക് ദാമ്പത്യ ജീവിതത്തെ പറ്റി നമുക്ക് ഒരുപാട് സങ്കല്പങ്ങളും ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ സ്വപ്നങ്ങളൊക്കെ അസ്ഥാനത്തായി പോയെന്ന് മനസ്സിലായത് ഇതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോഴാണ്. കാലെടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴാണ് എവിടെയോ എന്തോ കുഴപ്പമുണ്ടല്ലോ വിളിച്ചത്. ഈ കുഴപ്പമുണ്ടെന്നുകൊണ്ട് ഇനി പിന്നിലേക്ക് നടക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ കുഴപ്പം നിർത്തിയെടുത്തു. പാടിച്ചകൾ എന്തെങ്കിലും പറ്റിയാലും പെൺകിളി ആൺകിളിയിൽ ഉണ്ടാക്കിയ കൂട് വന്ന പരിശോധന നടത്തുമ്പോൾ അതിനെന്തെങ്കിലും പാകപ്പഴം ഉണ്ടെന്ന് പറഞ്ഞാൽ പൊടിച്ചു പണിയാൻ പറ്റും. അതിനകത്ത് വേറെ ഒരു അഭിപ്രായമില്ല. പൊടിച്ചു പണിയാൻ പറഞ്ഞാൽ പൊടിച്ചു പണിയാൻ അതാണ് കിളികളുടെ ജീവിതം. അങ്ങനെ കുടുംബത്തിൽ ഒരുക്കപ്പെട്ട ചില കൂടുകൾ നമുക്ക് പൊടിച്ചു പണിയണം. ചില പാളിച്ചകൾ നമുക്ക് മാറ്റി അതിനൊക്കെ ഉറവില്ലാത്തതാക്കി തീർത്ത് നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്തേ മതിയാവുള്ളൂ. ഇല്ലായ്മയുടെ ഒരു ശൂന്യത എപ്പോഴും നമ്മളെ ഭരിക്കുന്നു. നമ്മൾ എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ഇല്ലായ്മയുടെ ഒരു ശൂന്യത എപ്പോഴും നമ്മളെ ഭരിക്കുന്നു. നമ്മൾ ഓരോരുത്തരും ഏത് നിമിഷവും ഇല്ലാതായി പോകുവാൻ സാധ്യതയുള്ള നമ്മുടെ നിസ്സാരതയെ കുറിച്ച് ബോധമില്ലാത്തവരും ജീവിക്കുകയാണ്. ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളും സങ്കല്പങ്ങളും ഉണ്ടായിരുന്നു. ദാമ്പത്യ ജീവിതത്തിലേക്ക് എന്റെ ഭർത്താവ് ഇപ്രകാരമുള്ളതായിരിക്കണം, എന്റെ ഭാര്യ ഇപ്രകാരമുള്ളതായിരിക്കണം, ഞങ്ങളുടെ കുടുംബജീവിതം, ഞങ്ങളുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സിസ്റ്റം ഇപ്രകാരമായിരിക്കണം, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെയായിരിക്കണം. അങ്ങനെ നമ്മൾ പഴയ സ്വപ്നങ്ങൾ കണ്ടാകാറുണ്ട്. നമ്മളൊക്കെ നമ്മുടെ നിസ്സാരത എത്രമാത്രം വലുതാണ്. ആ നിസ്സാരതയെക്കുറിച്ച് നമുക്കൊരു ബോധവുമില്ല. കാരണം ഈ സങ്കല്പങ്ങളെല്ലാം തച്ചുടയ്ക്കപ്പെട്ടില്ലേ. നമ്മൾ ആരെങ്കിലും ആഗ്രഹിച്ച രീതിയിലാണ് ജീവിതം പോകുന്നത്. ഇന്നലെ ആരെയും ജീവിതം പൊട്ടിച്ചോളൊന്നുമല്ല. എല്ലാവരും സന്തോഷമായ സമാധാനമായി ജീവിക്കുന്നത് എവിടെയാണ്? കൂടുകൾ ഒരുക്കപ്പെട്ടതുകൊണ്ട് മാത്രം. കാലാകാലങ്ങളിൽ നമ്മുടെ കൂടുകൾ നമ്മൾ തന്നെ അഴിച്ചു പണിയുകയും കുറവുകളെ നികത്തുകയും ചെയ്തതുകൊണ്ടാണ് നമ്മുടെ കുടുംബജീവിതങ്ങൾ ഇങ്ങനെ സന്തോഷമായ സമാധാനമായി ആണിവയിൽ നിന്നെങ്കിലും പട്ടുപോകാതെ വെട്ടുപോകാതെ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നതിന് കാര്യം അത് തന്നെയാണ്. കൂടുകൾ ഒരുക്കപ്പെട്ടതുകൊണ്ട് മാത്രമാണ്. അപ്പോ ഈ നാം ഓരോ നിമിഷവും ഇല്ല, അല്ലെങ്കിൽ നമ്മുടെ സങ്കല്പങ്ങളൊന്നും അതതിന്റെ നിർവൃതിയിലേക്ക് എത്തണമെന്നില്ല. അത്രമാത്രം നിസ്സാരമാണ് നാം എന്നതായ ഒരു ബോധം ദമ്പതികൾക്ക് ആദ്യം വേണം. നാം എത്രമാത്രം നിസ്സാരരാണ്.
നമ്മൾ വിചാരിച്ചാൽ ഇത് നടക്കുന്നത് നടക്കാത്തത് എന്തെല്ലാം നമ്മളെ കൊണ്ട് നടത്താൻ നമ്മുടെ കഴിവനുസരിച്ച് നടത്താൻ പറ്റും എന്നുള്ള കാര്യം ബോധം വേണം. കാരണം ചില സാങ്കല്പിക കൂടുകളിൽ ഇന്നും കുടിവാസം ചെയ്യുന്ന അനേകം ദമ്പതികളുണ്ട്. അവർ കണ്ടതായ സാങ്കല്പികരോട് ജീവിക്കുന്ന അനേക ഭാര്യമാരും ഭർത്താക്കന്മാരുണ്ട്. അതിൽ നിന്നൊക്കെ അതൊക്കെ പൊട്ടിച്ച് പുറത്തിറങ്ങുന്നു. കാരണം സാങ്കല്പികതയ്ക്കപ്പുറം ഞാൻ എത്രയോ നിസ്സാരനാണെന്നുള്ള ബോധം നമുക്ക് വേണം. നമ്മൾ വീട്ടിൽ വാങ്ങിച്ചു വെക്കുന്ന ഏതൊരു സാധനവും പ്രത്യേകിച്ച് ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഗ്യാരണ്ടി വാറന്റിയൊക്കെ ചോദിച്ചിട്ടാണ് വാങ്ങിക്കുന്നില്ലേ? അല്ലേ? ഏറ്റവും കൂടുതൽ സ്ത്രീകളായിരുന്നു പുരുഷന്മാരാണ് സംസാരിക്കുന്നത്. ആ സ്ത്രീകൾ തന്നെ സ്വന്തം ഇഷ്ടപ്പെടാത്ത സ്ത്രീകളായാലും ഉണ്ടെങ്കിൽ 101 പവൻ തന്നിട്ട് വേണമെന്ന് ചോദിച്ചാൽ വേണ്ടെന്ന് പറയുന്നുണ്ട്. ഒന്നുകൂടെ തന്നാല് ഇനി 101 കഴിക്കും മതി എന്ന് പറയുന്ന ആളുകളുണ്ട്. ആ സ്വർണം പോലും നമ്മൾ ഗ്യാരണ്ടി വാറന്റി ചോദിച്ചാൽ വാങ്ങിയിട്ടുള്ളൂ. പക്ഷേ വീട്ടിലിരിക്കുന്ന എല്ലാ സാധനത്തിനും ഗ്യാരണ്ടി വാറന്റി ഉണ്ട്. വാങ്ങിച്ച എനിക്ക് യാതൊരു ഗ്യാരണ്ടിയില്ല, വാറന്റിയില്ല. ഈ 101 പവനും വീട്ടിൽ കൊണ്ടുവച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കുഴഞ്ഞു വീണ മരിക്കാവുന്ന എനിക്ക് എന്റെ ജീവിതത്തിൽ എന്നെ പറ്റി യാതൊരു ഗ്യാരണ്ടിയും വാറന്റിയും ഇല്ലാതിരിക്കെ ഞാൻ എത്രയോ നിസ്സാരനാണെന്ന് എന്റെ ദാമ്പത്യ ജീവിതത്തിൽ ഞാൻ തിരിച്ചറിയണം. എന്റെ നിസ്സാരതയെ പറ്റിയുള്ള ബോധമാണ് ഒരു ദാമ്പത്യ ജീവിതത്തിൽ എനിക്കുണ്ടാകേണ്ടതായ അടിസ്ഥാനപരമായ ആവശ്യകത എന്ന് പറയുന്നത്. ഒറ്റ സെക്കൻഡ് പോലും ഗ്യാരണ്ടിയും വാറന്റിയില്ലാത്ത ദുരന്തം പേര് നടക്കുന്ന ദുരന്ത ബിംബങ്ങളാണ് നമ്മളെന്ന് പറയുന്നത്. അത് അതിശയോക്തിയില്ല. അതുകൊണ്ട് നമ്മുടെ നിസ്സാരതയെ മുന്നിൽ നിർത്തിക്കൊണ്ട് സാങ്കല്പികങ്ങളെ തച്ചുടച്ചുകൊണ്ട് നമ്മുടെ കൽപ്പനകൾക്കും നമ്മളുടെ ഭാവനകൾക്കും അപ്പുറം യാഥാർത്ഥ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാനുള്ള ഒരു വേദിയാണ് കുടുംബ ക്ലാസുകൾ അല്ലെങ്കിൽ ദമ്പതി വേദികൾ എന്നുള്ള തിരിച്ചറിവോടുകൂടി നമുക്ക് യാത്ര ചെയ്യാം. ചില യാഥാർത്ഥ്യങ്ങളെ നമുക്ക് മുഖാമുഖം കണ്ടും അറിഞ്ഞ് മുന്നോട്ട് പോകാം. വിവാഹത്തിന് മുമ്പുള്ളതായ ജീവിതത്തെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. എത്രയോ സുന്ദരപരമായ ജീവിതമായിരുന്നു. ഈ കുട്ടിക്കുപ്പായം എന്നൊരു മലയാളി പുസ്തകം കണ്ടിട്ടുണ്ടോ? കുട്ടിക്കുപ്പായം കണ്ടവരാരെങ്കിലും ഉണ്ടോ? അതിനകത്ത് മനോഹരമായ പാട്ടുണ്ട്. ഈ ഭാസ്കരൻ രചിച്ച് MS കാവരാജ് സംഗീതം കുറിച്ച് ഏൽപ്പിക്കുമ്പോൾ പാട്ടുന്ന ഒരു പാട്ടുണ്ട്. വെളുക്കുമ്പോ കുളിക്കുമ്പോൾ പോകുന്ന വഴിവക്കിൽ വീട്ടിൽ നിന്നവനെ കൊച്ചു കിഴിച്ചുണ്ടൻ മാമ്പഴം കടിച്ചുകൊണ്ട് എന്നോട് കിന്നാരം പറഞ്ഞവേ, എന്നോട് കിന്നാരം പറഞ്ഞവേ. പാട്ട്. വെളുക്കുമ്പം കുളിക്കുവാൻ പോകുന്ന വഴിവക്കിൽ വേലിക്കൽ നിന്നവനെ കൊച്ചു കിഴിച്ചുണ്ടൻ മാമ്പഴം കടിച്ചുകൊണ്ട് എന്നോട് കിന്നാരം പറഞ്ഞവരെ. വിവാഹത്തിന് മുമ്പുള്ള സങ്കല്പിത വന്നിരുന്ന പോലെ 10, 20, 30, 40, 50 വർഷങ്ങൾ ജില്ലയിലൊന്ന് യാത്ര ചെയ്തേ, വേറെ യാത്ര ചെയ്തേ, ഏതോ നാട്ടിൽ അന്ന് വരെ കണ്ടിട്ടോ അറിഞ്ഞിട്ടോ ഇല്ലാത്ത ആരുമായും ഒരു സാങ്കല്പികമായ ലോകം കെട്ടിപ്പിടുക്കി ചില താൽക്കാലിക ഊടുകളൊക്കെ ഉണ്ടാക്കി ഈ യാഥാർത്ഥ്യത്തിലേക്ക് പ്രവേശിച്ചതാണ് നമ്മൾ ഓരോരുത്തരും. അല്ലേ? സൂര്യനടിക്കുന്നതിന് മുന്നേ കുളിക്കാൻ പോകുന്ന നേരത്ത് ഞാൻ പോകുന്നത് നോക്കി ആ വേലിക്കല് വഴിവക്കിൽ നിന്നിട്ട് കൊച്ചു വെളിച്ചെണ്ണ മാമ്പഴം തിന്നാനാണ് വന്നതെന്ന ഭാവത്തിൽ നാട്ടുകാർ നോക്കി കഴിഞ്ഞാൽ ഇവൻ എന്തിനറിയില്ല രാവിലെ ഇവൻ മാങ്ങാൻ പറ്റാൻ അറിയണം. പക്ഷെ ഏത് മാങ്ങാൻ വളർത്താനാണ് ഇവന് മാത്രം അറിയത്തുള്ളൂ. അപ്പൊ അങ്ങനെ ആ മാങ്ങായി കഴിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് എന്നോട് കിന്നാരം പറഞ്ഞവനെ, ആ ചോദ്യത്തിൽ ഒരർത്ഥമുണ്ട്. ആ കിന്നാരമൊക്കെ എന്തിയടാ പുന്നാര മോനെ എന്നാ ചോദിക്കുന്നത്. പല ദാമ്പത്യ ജീവിതങ്ങളിലെ ഇന്നത്തെ ചോദ്യം ആ വെളിച്ചെണ്ണ മാമ്പഴം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ചെറിയ പിന്നാരമൊക്കെ എന്തിയ പിന്നാര മോനെ എന്നാണ് ഇന്നത്തെ ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടാത്തതാണ് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലെ പല ദുർഘടങ്ങൾക്കും ദുർശകങ്ങൾക്കും കാരണം. അല്ലാതെ അടുക്കള പൊളിച്ചു പണിഞ്ഞതുകൊണ്ടും കിഴക്കൻ മുളയ്ക്കുന്ന ഒരു വടക്കൻ മുളയ്ക്കാക്കിയതുകൊണ്ടും ദാമ്പത്യ ജീവിതം അന്തസ്ഥമായി തീരത്തില്ല. ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിച്ചാൽ മതി. ദാമ്പത്യ ജീവിതം സുന്ദരവും സുഭിക്ഷവുമായി തീരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ദാമ്പത്യ ജീവിതത്തിൽ പാടാൻ കൊള്ളാവുന്ന നല്ലൊരു പാട്ട് പാടി. ഈ ദാമ്പത്യ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ആദ്യമേ കിളികളുടെ കഥ പറഞ്ഞു. ആ കിളികളുടെ കഥയില് ആ ആൺകിളി പെൺകുളിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കൂടെ ഉണ്ടാക്കുകയും ആ പെൺകിളിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആ കൂടിനെയൊക്കെയും വൃത്തിയാക്കുകയും ചെയ്താൽ മാത്രമേ ആ ആൺകിളിക്ക് കിടക്കപ്പുറത്തി ഉണ്ടാവുള്ളൂ. അല്ലെ പിന്നെ കൂട് ഒളിച്ചു പണിയാൻ വേണ്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്കും പാടാൻ പറ്റുന്നൊരു പാട്ട്, പൂമുഖവാതിൽക്കൽ
സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാണെന്റെ ഭാര്യ. കേട്ടിട്ടില്ലേ? ആരെന്റെ ഭാര്യ? പൂമുഖവാതിൽക്കൽ സ്നേഹം വിളമ്പുന്ന പൂന്തിങ്കളാണ് എന്റെ ഭാര്യ. പൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്ന ദുഃഖത്തിൻ മുള്ളുകൾ പൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. എത്ര മനോഹരമായ വരികളാണ്. ഈ ദാമ്പത്യ ജീവിതത്തിന്റെ ആ നന്മയിലൂടെ, ആ സ്നേഹത്തിന്റെ ആ പാരമ്പര്യത്തിലൂടെ കവി യാത്ര ചെയ്തപ്പോഴാണ് കവിവാക്യങ്ങൾ ഇങ്ങനെ ഉണ്ടായത്. ആരാണ് എന്റെ ഭാര്യ? പൂമുഖവാതിൽക്കൽ. ഈ താഴ്ച ചോദിക്കാൻ പറ്റില്ല കേട്ടോ, അങ്ങനെയാണോ? പൂമുഖവാതിൽക്കൽ സ്നേഹം വിളമ്പുന്ന പൂന്തിങ്കളാണ് എന്റെ ഭാര്യ. ഇവർവാഹിതായ അല്ലേ? അങ്ങനത്തെ പാടല്ലേ? സംഗീതം നൽകി സാമേശ്വരി യേശുദാസ് ആലോചിച്ചതായ ആ ഗാനം എത്ര മനോഹരമായ ദാമ്പത്യ ജീവിതത്തിന്റെ ആ നന്മയെയും ആ സന്തോഷത്തെയും കാണിക്കും. പാട്ട് സെയിമാണ്, സംശയമൊന്നും. ആ വിവാഹ ജീവിതത്തിന്റെ നന്മയെയും സന്തോഷത്തെയും ആനന്ദത്തെയും കാണിക്കുക. അപ്പോൾ ഇങ്ങനെ ഇവര് പാടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നോക്കിയോ? അങ്ങനെ ആകാതെ പാടാൻ പറ്റുമോ? പറ്റുമോ? എന്താ പറയാൻ മടി? അത് കേട്ടപ്പോ എന്ത് സന്തോഷമായിരുന്നു. ആ സന്തോഷമെല്ലാം പോയല്ലോ ചോദ്യം കേട്ടപ്പോൾ. അപ്പോ പൂമുഖവാതിൽ കയറി വരുമ്പോൾ ഇയാൾ എവിടെ പോയാളോ ഇതുവരെ ചോദിക്കാനല്ല ഇരിക്കുന്നത്. ക്ഷീണിച്ചല്ലേ വന്നത്, അല്പം വെള്ളം എടുക്കട്ടെ എന്നൊന്ന് ചോദിക്കാം. വിളിച്ചിരുത്തി സ്നേഹത്തോടെ അല്പം ഭക്ഷണം വാങ്ങി കൊടുക്കാം. അതിനുശേഷം പരിപാടിക്ക് അയക്കും. പക്ഷെ പൂമുഖവാതിൽക്കൽ സ്നേഹം വിളമ്പുന്ന പൂനിലാവാണ് എന്റെ ഭാര്യ. കുട്ടികളാകുന്നു ഭാര്യ എന്ന് പറയണമെങ്കിൽ ദുഃഖത്തിൽ മുള്ളുകൾ പൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. എത്ര തെളിഞ്ഞാലും എണ്ണ വറ്റാത്തൊരു ചിത്രവിളക്കാണ് എന്റെ ഭാര്യ. എണ്ണയെ സ്നേഹത്തോടാണ് ഉപയോഗിക്കുന്നത്. എത്ര തെളിഞ്ഞാലും എണ്ണ വറ്റാത്തൊരു ചിത്രവിളക്കാണ് എന്റെ ഭാര്യ. എങ്ങനെയാണ് ഭാര്യ? അവൾ സ്നേഹമാകുന്ന എണ്ണ കൊണ്ട് ദാമ്പത്യ ജീവിതത്തിന്റെ സന്തോഷമാകുന്ന അഗ്നിയെ ആളി കത്തിക്കുന്നവളാണ് ആ ഭവനത്തിൽ. കാട്ടുതീ കത്തിക്കുന്നവളാണ്. അഗ്നി ഏത് രീതിയിൽ കത്തിക്കാം? കാട്ടുതീ കത്തിക്കാനല്ല ഇവിടെ പറയുന്നത്. സ്നേഹമാകുന്ന ആ എണ്ണ കൊണ്ട് ആ ചെറിയ തിരുനാളം, സന്തോഷത്തിന്റെ ആ തിരുനാളം ദാമ്പത്യ ജീവിതത്തിൽ കത്തിക്കാൻ ഒരു ഭാര്യയ്ക്ക് കഴിയുന്നുണ്ടെങ്കിൽ അവളുടെ ഭർത്താവ് എത്ര കൊള്ളരുതാത്തതാണെങ്കിലും കയറി വരുമ്പോൾ നാളെ നിശ്ചയമായി പാട്ട് പാടും. എന്റെ ഭാര്യയല്ല, പൂമുഖവാതിൽക്കൽ സ്നേഹം പുലർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. ആ വാതിൽക്കൽ ആ കയറി വരുന്ന ഭർത്താവിനെ സ്വീകരിക്കാൻ തക്കണം നോക്കി പാടണം. ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതില്ല, ഭാര്യമാർക്കുണ്ടാകണം. പുറത്തു നിന്ന് കയറി വരുന്ന തന്റെ ജീവിത പങ്കാളിയെ സ്വീകരിക്കുവാൻ തക്കണം. അവന് ഏത് തരത്തിലും വന്നോട്ടെ, അവനെ സ്വീകരിക്കുവാൻ തക്കവണ്ണം മനസ്സുള്ളവനായി തീരണം. മറ്റൊക്കെ ഈ കയറി വരുന്നതിനെ പറ്റി പിന്നെ പറയാം കേട്ടോ, എന്തായാലും പേടിക്കണം. അപ്പൊ നിങ്ങളുടെ ചിന്തയിൽ ഇതാണ്. അയാൾ ഏത് തരത്തിലും വന്നു കഴിഞ്ഞാൽ എങ്ങനെ സ്വീകരിക്കാൻ പറ്റുമെന്നും അറിയത്തില്ല. അച്ഛനൊക്കെ വേണം 2 ദിവസം കൊണ്ട് നിർത്തിക്കുകയാണ്, അങ്ങനെ അറിയാൻ ഇപ്പോഴത്തെ നിങ്ങളുടെ ചിന്തയാണ്. അപ്പോ അങ്ങനെ ഭാര്യ ഭൂമുഖവാദത്തിൽ നിന്നുകൊണ്ട് സ്നേഹം വിളമ്പി കൊടുക്കുമ്പോൾ, തന്റെ ഭർത്താവ് തന്നെ പറ്റി മനോഹരമായി പാടുമ്പോൾ, ഈ പാട്ട് കേട്ടിട്ട് പിന്നെ അവൾ എണ്ണയായി, സ്നേഹത്തിന്റെ അഗ്നിയായി, പ്രകാശ ദീപമായി ആ വീട്ടിൽ ചൊരിയുമ്പോൾ സ്ത്രീ ഭവനത്തിന്റെ വിളക്കായി വാഴ്ത്തപ്പെടും. ആ ഭവനം മുഴുവൻ പ്രകാശപൂരിതമായി തീരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ ആയിരിക്കണം നമ്മുടെയൊക്കെ ദാമ്പത്യ ജീവിതം. അന്യോന്യം കൊടുത്തു. അതായത് സ്ത്രീ സ്നേഹം വിളമ്പുമ്പോൾ വിളമ്പിക്കോട്ടെ എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ തൂമ്പാള സ്വഭാവം പാടില്ല. മമ്മട്ടിയുടെ സ്വഭാവം എന്താ? മമ്മട്ടി കളയ്ക്കാൻ കൊള്ളത്തില്ല, ചിരണ്ടി കൂട്ടാൻ കുറച്ച് തന്നെ കൊടുത്തു അല്ലേ? പുല്ല് ചിരണ്ടിപ്പിക്കാനേ മമ്മട്ടി കൊള്ളുകയുള്ളൂ. അപ്പോൾ എല്ലാവരും എന്റെ റബ്ബിലേക്ക് പോകട്ടെ എന്നുള്ള സ്വഭാവം വരത്തില്ല. എന്നാൽ അയാൾ എന്തുകൊണ്ട് എന്നോടൊന്ന് ക്ഷമിച്ചുകൂടാ, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അയാളോട് ക്ഷമിച്ചുകൂടാന്നല്ല, വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും. ഈ ഭൂമുഖവാദത്തിൽ നിന്നുകൊണ്ട് സ്നേഹത്തിന്റെ നിറകുടത്തെ ആ കയറി വരുമ്പോൾ അവന്റെ മക്കളിലേക്ക് ഒഴുക്കി കൊടുത്താൽ തിരിച്ചവൻ നിന്നെ പറ്റി പാടും. നീയാണ് എന്റെ ഭാര്യ, എങ്ങനെയുള്ളവളാ? സ്നേഹത്തിന്റെ സ്നേഹമാകുന്ന അഗ്നി കൊണ്ട് ഭവനം മുഴുവൻ പ്രകാശപൂരിതമാക്കി തീർക്കുന്ന പുണ്യപുഷ്പമാണ് നീ എന്ന് മുഖത്ത് നോക്കി പാടുമ്പോൾ അല്പം മുകളിലേക്ക് പോകാൻ ഏത് ഭാര്യയുള്ളത്? ആ ദാമ്പത്യ ജീവിതത്തിന്റെ ഒരു സന്തോഷം ആലോചിച്ച് നോക്കിക്കേ. അങ്ങനെ ആയിത്തീരാം ഓരോ ദാമ്പത്യ ജീവിതം. സാങ്കല്പിക കഥകളിൽ കെട്ടിപ്പൊക്കിയാൽ ദാമ്പത്യ ജീവിതം അല്ല നമുക്ക് ആവശ്യമാണ്. സാങ്കല്പിക കഥകളിൽ കെട്ടിപ്പൊക്കിയത് ദാമ്പത്യ ജീവിതത്തെ വേണ്ടി പറഞ്ഞാൽ
സാങ്കല്പിക ജീവിതത്തിൽ കെട്ടിപ്പൊക്കിയായ ദാമ്പത്യ ജീവിതങ്ങൾ പലപ്പോഴും പലയിടത്തും താറുമാറടിഞ്ഞ് വീണുപോകാനുള്ള സാധ്യതയുണ്ട്. ചില അക്ഷരവിശുദ്ധകൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, ചില സംശയത്തിന്റെ മുഴുവൻ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ജീവിതം താറുമാറായി പോകാനുള്ള സാധ്യതയുണ്ട്. അത് കാലഘട്ടത്തിനനുസരിച്ച് ചില മാറ്റങ്ങൾ ആ ജീവിതത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. പഴയകാല ജീവിതത്തിൽ ചില താറുമാറുകൾ ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാള് അവിശ്വാസിയെ കാണപ്പെടുമ്പോൾ ഉണ്ടാകുന്ന നിലപാടല്ല ഇന്നുണ്ടാകുന്നത്. ആരെങ്കിലും ഒരാൾ അവിശ്വാസിനെ കാണപ്പെട്ടു കഴിഞ്ഞാൽ ഇന്നുണ്ടാകുന്ന നിലപാടെന്താ? അവനെ ഏത് തരത്തിലും അവതരിപ്പിക്കണം. ദാമ്പത്യ ജീവിതങ്ങളിൽ ദമ്പതികൾ തമ്മിൽ പകപോക്കലിന്റെ കാലഘട്ടം അല്ലെ? ഭാര്യയെ കൊല്ലാനായിട്ട് കൊട്ടേഷൻ കൊടുക്കുന്നതായ ഭർത്താക്കന്മാര്, ഭർത്താവിനെ കൊല്ലുവാനായിട്ട് കൂട്ടുകാരെ കൂട്ടുപിടിക്കുന്നതായ ഭാര്യമാര്, ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ പഴയ കാലത്ത് ഒരു പാട്ട് ഓർമ്മിക്കാം. വേറെയാണു വിചാരമെങ്കിൽ നേരമായത് ചൊല്ലുവാൻ, വെറുതെ ഞാൻ എന്തിനി പൊരിവെടുത്തു കയ്യിൽ കുത്തി നടക്കണം. വേറെയാണു വിചാരമെങ്കിൽ നേരമായത് ചൊല്ലുവാൻ, വെറുതെ ഞാൻ എന്തിനെയും വെയിലത്തു കയ്യിൽ കുത്തി നടക്കണം. നിലപ്പിലെന്ന് പറഞ്ഞിട്ടുണ്ട്. നിലപ്പില് പി ഭാസ്കരൻ രചിച്ച് കെ രാഘവൻ ആലപിച്ച് കെ രാഘവൻ തന്നെ സംഗീതം നൽകിയതായിരുന്നു. വേറെയാണു വിചാരമെങ്കിൽ നേരമായത് ചൊല്ലുവാൻ, വെറുതെ ഞാൻ എന്തിനെയും വെയിലത്തു കയ്യിൽ കുത്തി നടക്കണം. നിനക്ക് എന്തെങ്കിലും വേറെ വിചാരമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരും. ഞാൻ നിന്റെ പുറകെ ഈ പൊലിവെടുത്ത് കയ്യിൽ കുത്തി നടക്കാൻ തുടങ്ങിയിട്ട് കാലയറിയായി. നാട്ടുപുറത്തെ സാധാരണക്കാരായ മാനിയുടെ ജീവിതത്തിൽ നിന്ന് കവി ഔദാഹ്യങ്ങൾ എടുത്തെടുക്കുമ്പോൾ, ആ നാട്ടുപുറത്ത് കണ്ട സംഭവങ്ങളെ പറ്റി കവി വിവരിക്കുമ്പോൾ നമുക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലുള്ള അവസ്ഥകളോട് കാണുന്നുണ്ട്. ദമ്പതികൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയാനുള്ള മനസ്സിലാക്കണം. വേറെയാണ് വിചാരമെങ്കിൽ നേരമായത് ചൊല്ലുവാൻ. നീ ഇനി അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കണ്ട, നീ അത് പറഞ്ഞുകൊള്ളുക. ഞാൻ എന്തിനാ വെറുതെ ഈ വേഷം കെട്ടിനായിട്ട് നിന്റെ പുറകെ നടത്തുന്നത്? പക്ഷെ ഈ കാലത്തേക്ക് വന്നപ്പോൾ, ഈ കാലഘട്ടത്തിന്റെ ഒരു വികാസം, ഈ വിജയപാഠന്റെ ഈ കാലഘട്ടത്തിലെ ഒരു വികാസം, ചുമ്മാ കൊത്തിപ്പാറാതെ ചിക്കൻ ചില്ലി ഫ്രൈ ആയി വെട്ടി വിഴുന്നു ഞാൻ. കേട്ടോ? ഇത് കേട്ടോ? മറ്റൊരു കേട്ടോ? നമുക്ക് ആവശ്യം ആദ്യം പാടില്ല. വേറെയാണു വിചാരമെങ്കിൽ നേരമായത് ചൊല്ലുവാൻ. എന്തെങ്കിലും നിങ്ങൾക്ക് വിചാരങ്ങളോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞപ്പോ ഒന്നുകിൽ പറഞ്ഞു തീർക്കാം, അല്ലെങ്കിൽ ചെയ്തു തീർക്കാം. പക്ഷെ കാലം മാറിയപ്പോ പാട്ട് മാറി. എന്താ പാട്ട്? കൊക്കക്കൊക്കോഴി ചുമ്മാ കൊക്കി പാടാതെ, നീ കൂടുതലൊന്നും വിളയൊന്നും വേണ്ട, ചിക്കൻ ചില്ലി ഫ്രൈ ആയി വെട്ടി വിഴുങ്ങി ഞാൻ. ജ്യൂസ് കൊടുത്ത് ദമ്പതികളിൽ ഒരുവരെ കൊലപ്പെടുത്തുവാൻ പുറപ്പെട്ടെന്നുള്ള ദമ്പതികളുടെ കഥ കഴിഞ്ഞ ആളുകളിൽ നാം മാധ്യമങ്ങളിൽ വായിച്ചു കേട്ടതാണ്. സ്വന്തം ഭർത്താവിനെ കൊല്ലുവാൻ തക്കവണ്ണ സ്നേഹിതന്റെ സുഹൃത്തുക്കൾക്ക് കൊട്ടേഷൻ കൊടുത്തിട്ടുള്ള ഭാര്യമാരുടെ കഥ നാം കഴിഞ്ഞ നാളുകളിൽ വായിച്ചു കേട്ടതാണ്. പരസ്പരം പകയുടെയും വിദ്വേഷത്തിന്റെയും പകപോക്കലിന്റെയും ഉദാഹരണങ്ങളും കൂടുതലുമായി ഇന്ന് ക്രിസ്തീയ കുടുംബങ്ങൾ തരം താഴ്ന്നു പോയിരിക്കുമ്പോൾ ഔദാഹ്യം നമ്മൾ ഓർപ്പിക്കുന്നത്, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വിചാരമുണ്ടെങ്കിൽ, മനുഷ്യനല്ലേ, വിചാരങ്ങൾക്ക് ചിലപ്പം തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ചില ചലനങ്ങളൊക്കെ സംഭവിക്കും. പക്ഷേ നമുക്കിടയിൽ അത് പറഞ്ഞു തീർക്കാൻ തക്കവണ്ണമുള്ളതായ മനസ്സ് കാണിക്കുമ്പോഴാണ് നമ്മുടെ ദാമ്പത്യ ജീവിതം നന്നായി തീരുന്നത്. ആ പാട്ടിൽ തന്നെ കവി ഒരുത്തരും, ചെറിയിൽ നിന്ന് കളാറ് പൊന്തിയ ഭൂമി നിങ്ങളുടെ കൈയിനാൽ നെയ്ച്ചോറ് വെച്ചത് തിന്നുവാൻ പുതിയേറെ ഉണ്ട് നെഞ്ചിലായി. ചെറിയിൽ നിന്ന് വളർന്നു പൊന്തിയ ഭൂമി നിങ്ങളുടെ കൈയിനാൽ. ഭൂരി എന്ന് നിങ്ങളെ ആരെങ്കിലും മൊത്തമായിട്ട് ചിന്തൊന്നുമില്ല കേട്ടോ. ഭൂരി എന്ന പദത്തിന്റെ അർത്ഥം യാതൊരുണ്ടോ? ഭൂരി കേട്ടില്ല. സുന്ദരി. അപ്പൊ ഭൂരി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ചീത്തമല്ല, നല്ല പേരുതലാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പേരുതലാണ്. ഈ കല്യാണ സൂക്ഷി വിവാഹ സൂക്ഷി വന്നു കഴിഞ്ഞാൽ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതിന്റെ സുന്ദരികളിൽ സുന്ദരി സഭയെപ്പറ്റി പാടുന്ന ജാതികളുടെ പുത്രി, ജാതികളുടെ സൂരി, നീ സുന്ദരികളിൽ സുന്ദരിയാകുന്നുവെന്ന്
സഭയെ പറ്റിയാ പറഞ്ഞത്. നിങ്ങൾ അന്നേരം മനസ്സിൽ ഇട്ടുകൂട്ടിയിട്ട് ഒരു കാര്യമില്ല. അപ്പോ നിന്റെ കയ്യിൽ നിന്ന് അല്പം നെയ്ച്ചോറ് വാങ്ങി തിന്നുവാൻ എനിക്കാകില്ല. നീ ചെളിയിൽ നിന്ന് വളർന്നു വന്നോളാം, ഇല്ലായ്മയിൽ നിന്ന് നഷ്ടത്തിൽ നിന്ന് വളർന്നു വന്ന് നിന്റെ കയ്യിൽ നിന്ന് അല്പം നെയ്ച്ചോറ് വാങ്ങി തിന്നുവാൻ എന്റെ നെഞ്ചിൽ ഏറെ നാളായി കൊതിയുണ്ടെന്ന് കവി പറഞ്ഞിരിക്കുമ്പോൾ, കുടവുമായി പുഴക്കടവിൽ വന്ന് എന്നെ തടവിലാക്കിയ വൈകലി, ഒടുവിലി എന്നെ സങ്കടപ്പുഴ നടുവിലാക്കിയ നിക്കളി. കുടവുമായി പുഴക്കടവിൽ വന്ന് എന്നെ തടവിലാക്കിയ വൈകലി. ഇത്ര മനോഹരമായിട്ടാ ദമ്പതികളുടെ ജീവിതത്തെ കവി പറഞ്ഞിരിക്കുന്നത്. വിവാഹമുള്ള ജീവിതമാണ്. നീ കുടവുമായി പുഴക്കടവിൽ വന്നിട്ട് നിന്റെ ആ സ്നേഹത്തിന്റെ തടവിൽ ഞാൻ അകപ്പെട്ടുപോയി. വിവാഹമെന്നതായ ബന്ധനത്തിൽ, അത് ബന്ധനം എന്ന് പറയുമ്പോൾ അതിന്റെ സൗന്ദര്യവും അതിന്റെ മനോഹരത മറ്റു പറയാറുണ്ട്, അതിലൊരിക്കലും നെഗറ്റീവല്ല പറയുന്നത്. ആ ബന്ധനത്തിൽ നിന്റെ ആ സ്നേഹത്തിന്റെ തടവറയ്ക്കുള്ളിൽ ഞാൻ അകപ്പെട്ടു പോയപ്പോൾ ഇന്ന് എനിക്ക് ഒരേ ഒരു ആവശ്യമേ ഉള്ളൂ. ഒടുവിലി എന്നെ സങ്കടപ്പുഴ നടുവിലാക്കരുതിക്കളി. ഈ ദാമ്പത്യ ജീവിതം എന്ന ഈ ഞാനിനകളെയാണല്ലോ. ഈ കളിയില് നീ എന്നെ സങ്കടപ്പുഴയിലാക്കി കളയരുതെന്ന് നിങ്ങളുടെ ദമ്പതി നിങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ, നിങ്ങളുടെ പെട്രോഹാഫ് നിങ്ങളിലേക്ക് നാള്, നിങ്ങളുടെ ഭാര്യ നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ, ഇത് എപ്രകാരം സ്നേഹത്തിന്റെ തടവറയിൽ നിങ്ങൾ മറ്റുള്ളവരെ, ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയാക്കിയോ, അതേ തരത്തിൽ ആ തടവറയിൽ സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും നിർവൃതിയായി തീരുവാനത്തോണം നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഇടയായിത്തീരണമെന്ന് ഈ കഥാവിഭാഗത്തോട് പ്രാർത്ഥിക്കുക. അപ്പോൾ എവിടെയോ വെച്ച് എന്നോ കണ്ട് സങ്കല്പങ്ങളുടെ ഒരു നിറകൂമ്പാരത്തിന് മേൽ കെട്ടിപ്പൊക്കിയതായ ഒരു ദാമ്പത്യ ജീവിതം ജീവിതത്തിലേക്ക് വിളിച്ചിട്ട് കഴിയുമ്പോൾ പല ഭാഷകൾ നമ്മൾ പറഞ്ഞു നോക്കി. ആദ്യം നമ്മൾ പറഞ്ഞു നോക്കി, എന്നെ സങ്കടത്തിന്റെ കടലിൽ ആകരുത്, ദൈവത്തെ തന്നെ ഉപദ്രവിക്കരുത്. പിന്നീട് അത് കേൾക്കാതെ നമ്മൾ വീണ്ടും പറഞ്ഞു, എല്ലാവരും പറയാനുണ്ട്. ഇപ്പൊ പറഞ്ഞു നേരമായി രണ്ടാമത്തെ ചെല്ലത്തിൽ ഇപ്പൊ ചിന്തിക്കോ, പറഞ്ഞു തീർക്കാം, അല്ലെ തല്ലി തീർക്കാം. ഒന്നും നടക്കാതെ നമ്മൾ അച്ഛനായി പ്രയോഗമാണ് പറഞ്ഞത്. ഒരു കളയൊന്നും വേണ്ട, നിങ്ങൾ ചിക്കൻ ചില്ലി ഫ്രൈ ആക്കാന് സമയമായി, അത് ഞാൻ ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെ ദാമ്പത്യ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കിനി വിശുദ്ധരത്തിലേക്ക് പ്രവേശിക്കും. വിശുദ്ധരത്തിൽ ദാമ്പത്യ ജീവിതത്തെ പറ്റി എന്താണ് വിശുദ്ധരത്തിന്റെ കാഴ്ചപ്പാട്? ഒരുപാട് വിശുദ്ധരത്തിന്റെ മുഴുവൻ കാഴ്ചപ്പാട് നോക്കാൻ സമയം ലഭിക്കുന്നില്ല. പക്ഷെ ലളിതമായി മഷികാട് വിശേഷമായ ഒരു ഭാഗം മാത്രം എടുത്തിട്ട് എന്താണ് ക്രിസ്തു കാഴ്ചപ്പാട്, ക്രിസ്തുവിന്റെ ദാമ്പത്യ ജീവിതത്തെ പറ്റിയുള്ള വിഷൻ എന്തായിരുന്നു എന്ന് ചിന്തിച്ച് നമുക്ക്. ക്രിസ്തു എപ്പോഴും ദാമ്പത്യ ജീവിതത്തെ ഏറെ കരുതലോടെ സ്നേഹത്തോടെ നൽകുന്ന മനുഷ്യനാണ്. പത്രോസിന്റെ അമ്മായിമ്മ പനി പിടിച്ചു വന്നപ്പോൾ അവരുടെ അടുക്കലേക്ക് കൈ പിടിച്ചു ചേർന്നെങ്കിൽ അവര് ഈ ഭാര്യമാരുടെ അമ്മയെ കരുതുന്നോളം അവർക്ക് വലിയ സന്തോഷം താൽക്കാലികമാണെന്നുള്ള യാഥാർത്ഥ്യം. അത് കഴിയുമ്പം ഇയാൾ ആരാണെന്ന് ചോദിച്ചാലും ഭാര്യയുടെ അമ്മയ്ക്ക് പനി പിടിച്ചു കിടക്കുമ്പോൾ ഒന്ന് വിളിക്കുക അന്വേഷിക്കുക കഴിഞ്ഞാൽ ഇവർക്ക് 5 പവന് മാല കൊടുക്കുന്നതിനേക്കാൾ സന്തോഷമുള്ളതായിരിക്കും. ആ അവസ്ഥ അറിയാമാന ക്രിസ്തുവാണ് പത്രോസ് പാവപ്പെട്ടോ വയസ്സാക്കാലത്ത് എങ്ങനെയും പഞ്ഞി പിടിച്ച് ജീവിച്ചോട്ടെ എന്ന് കരുതി ഈ അമ്മായിനെ കാണാനായിട്ട് പോയതല്ല, മറ്റ് അത്യാവശ്യം കൊണ്ടായിട്ട് പോയതല്ല. അങ്ങനെ കർത്താവ് ദമ്പതികളുടെ ജീവിതത്തിൽ അവർക്ക് ഒരുപാട് നന്മ ചെയ്താണ് കർത്താവ്. അങ്ങനെ നന്മ ചെയ്ത ആ കർത്താവ് അവന്റെ പരസ്യശുശ്രൂഷയുടെ നാളുകളിൽ യോഹന്നാശ്ലീഹ ലക്ഷണത്തിന് ശേഷം 2-ാം അധ്യായത്തിൽ മനോഹരമായ ഒരു ഭാഗം ഉപയോഗിക്കുന്നുണ്ട്. ക്രിസ്തു അടയാളങ്ങളുടെ ആരംഭമായി അതിനെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രന്ഥകാരൻ പറയുന്നത് വേദഭാവം ഏതാണ്? എന്താണ് അടയാളങ്ങളുടെ ആരംഭമായിട്ട് ചെയ്തത്? വീഞ്ഞ് വെള്ളമാക്കിയില്ല, വെള്ളത്തെ വീഞ്ഞാക്കി. കാനാവിലെ കല്യാണ വീട്ടിൽ വീഞ്ഞിന്റെ പുറമെ നികത്തുവാൻ തക്കവണ്ണം അവൻ വെള്ളത്തെ മേൽത്തരം വീഞ്ഞാക്കി മാറ്റിയപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ ഈ വെള്ളവും വീഞ്ഞുമായിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട്. ഈ വെള്ളവും വീഞ്ഞുമായിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ. ആ ബന്ധങ്ങളിലൂടെ നമുക്ക് നടന്നതാണ്. ഈ വെള്ളത്തിന്റെ കാര്യം ആലോചിച്ച്, വെള്ളം അതിന്റെ ശാസ്ത്രീയ വശം പരിശോധിക്കുമ്പോൾ വെള്ളത്തിന്റെ ഡെൻസിറ്റി 1 ആണ്, വീഞ്ഞിന്റെ ഡെൻസിറ്റി 0.8 ആണ്. അതായത് വെള്ളം വീഞ്ഞിനേക്കാൾ കട്ടിയുള്ളൂ. അതായത് നമ്മുടെ ദാമ്പത്യ ജീവിതം ഈ വെള്ളമായിരുന്നു. നമ്മുടെ ദാമ്പത്യ ജീവിതമല്ല, നമ്മൾ ഒറ്റയ്ക്കായിരുന്നപ്പോൾ ആ ജീവിതം വെള്ളമാണ്. നമ്മൾ ഓരോരുത്തരും ചില വെള്ളങ്ങളായിരുന്നു. ഏത് ഭാവിയിൽ ചോദിച്ചാലും നമ്മൾ വെള്ളമായിരുന്നു. പക്ഷെ ഇന്ന് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലൂടെ എന്താണ് വീഞ്ഞായി രൂപാന്തരപ്പെടണം. മനസ്സിലായോ? ദാമ്പത്യ ജീവിതത്തിലൂടെ എന്താണ് വീഞ്ഞായി നാം രൂപാന്തരപ്പെടണം. വീഞ്ഞായി എങ്ങനെ രൂപാന്തരപ്പെടുന്നു? കട്ടി കുറച്ച് മാത്രം. വെള്ളത്തിന്റെ ഡെൻസിറ്റി 1-ൽ നിന്ന് വീഞ്ഞായ പോയിന്റ് ഡെൻസിറ്റി 0.8 കുറഞ്ഞതുപോലെ ഞാനും നീയുമായിരിക്കുന്ന ദമ്പതികൾ ദമ്പതിയിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഭാര്യ ഭർത്താക്കന്മാരെ തീരുമ്പോൾ ചില കാഠിന്യമേറിയ കടുപ്പമേറിയ സംഗതികളൊക്കെ കുറച്ചുകൊണ്ട് ജീവിതത്തിന്റെ കട്ടിയൊക്കെ അനുഭവം കുറയ്ക്കണം. ചില പിടിവാശികളൊക്കെ ഞാൻ പണ്ടുകൊണ്ടേ ഇങ്ങനെയാണ് എന്ന്
പറഞ്ഞിരുന്ന കാര്യമില്ല. ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവാം, ചില പിടിവാശികളൊക്കെ നമ്മൾ കുറച്ചേ പറ്റും. ഇനി ഇത് ആര് കുറയ്ക്കും? അതാണ് നമ്മുടെ സംശയം. നീ കുറയ്ക്കോ, ഞാൻ കുറയ്ക്കോ? രണ്ടുപേരും വീഞ്ഞാകാനാണ് പറഞ്ഞത്, ഒരാൾ വീഞ്ഞാകാൻ പറഞ്ഞില്ല. അപ്പൊ രണ്ടുപേരും വീഞ്ഞാകിയാണെങ്കിൽ ആര് കുറയ്ക്കണം? രണ്ടുപേരും കുറച്ചേ എടുത്തുള്ളൂ. അപ്പൊ രണ്ടുപേരും ദാമ്പത്യ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, കർത്താവ് യേശു വെള്ളത്തെ വീഞ്ഞാക്കിയപ്പോൾ വെള്ളത്തിന്റെ സാന്ദ്രത കുറഞ്ഞ് വീഞ്ഞിന്റെ സാന്ദ്രതയിലേക്ക് എത്തിയതുപോലെ നമ്മുടെ ജീവിതത്തിലെ ചില കാഠിന്യമേറിയ കടുപ്പമേറിയ സംഗതികളൊക്കെ കുറയ്ക്കുവാൻ തക്കവണ്ണം നാം വിളിക്കപ്പെട്ടവരാണ് ദാമ്പത്യ ജീവിതത്തിൽ. ഈ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് സഭയുടെ കാഴ്ചപ്പാടിൽ ഏറെ ശ്രേഷ്ഠമായ സംഗതിയാണ്. ദമ്പതികളെ സഭ ഏറെ പ്രാധാന്യത്തോടെ കാണുന്നത്. വിവാഹോദാശയിൽ പറയുന്നില്ലേ, ഒരു കുടുംബത്തിന്റെ നാഥനും നാഥയും അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ രാജാവും രാജ്ഞിയുമായാണ് ആലോചിച്ചിരുന്നത്. പക്ഷെ വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഇരിയാനെ നമ്മൾ വിളിക്കുന്ന പേരല്ല, പല പേരുകളിലും നമ്മൾ അറിയപ്പെടും. ഏതെങ്കിലുമൊക്കെ പേര് മനസ്സിലൊന്ന് ഓർത്ത് നോക്കിക്കേ. ഇന്നയോളം നമ്മൾ വിളിച്ചിട്ടുള്ള പേരുകൾ, ഇവിടെ നമ്മൾ ഇന്നയോളം വിളിച്ചിട്ടുള്ള പേരുകളൊക്കെ ഓർത്ത് നോക്കിക്കേ. ഇനി എന്റെ ഭാര്യ അടിമയാണെങ്കിൽ ഞാൻ ആരാണ്? ഞാൻ ആരാ? അടിമയുടെ ഭർത്താവ് അല്ലേ? അപ്പൊ ഓർത്ത് നോക്കിക്കോ, എന്റെ ഭാര്യ ആരാണെന്ന് തീരുമാനിക്കുന്നത് ഞാൻ. ഇനി എന്റെ ഭാര്യ രാജ്ഞിയാണെങ്കിൽ ഞാൻ ആരാണ്? രാജാവ്. അപ്പോൾ രാജാവാകണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ പുരുഷ കേസരികളോടും എനിക്ക് പറയുവാനുള്ളതെന്ന്, നിന്റെ ഭാര്യയെ രാജ്ഞിയാക്കിയാൽ മാത്രം മതി, നീ രാജാവാകും. നീ രാജാവാകാൻ വഴിപെട്ട ഒരു കാര്യമില്ല. എന്നാൽ എല്ലാ സിംഗിളുകളോടും പറയുവാനുള്ളത്, തന്റെ ഭർത്താക്കന്മാരെ രാജാവായി കണക്കാക്കിയാൽ നീ രാജാവിന്റെ ഭാര്യയാണ്, നീ ആ രാജ്യത്തിന്റെ രാജ്ഞിയാണ്. നിനക്ക് മുടിചൂടിയ രാജ്ഞിയായി വാഴുവാൻ തക്കവണ്ണം നിന്റെ ദാമ്പത്യ ജീവിതത്തിൽ അല്ലാതെ ഇവിടെ എങ്ങും കഴിയത്തില്ല. അതുകൊണ്ട് ലഭിച്ച ദാമ്പത്യ ജീവിതം സുന്ദരമായി ഉപയോഗിക്കണം. മറ്റുള്ളവരെ ദമ്പതികൾ അന്യോന്യം കുറ്റപ്പെടുത്തുകയും താഴ്ത്തിക്കെട്ടുകയും ചെയ്യുമ്പോൾ ഓർമ്മണം, എന്റെ ഭാര്യ അടിമയായാൽ ഞാന് അടിമയുടെ ഭർത്താവാണ്, എന്റെ ഭാര്യ രാജ്ഞിയാണെങ്കിൽ ഞാന് രാജാവാണ്. അതുകൊണ്ട് ഞാൻ ആരാണെന്നുള്ളത് ഞാനാണ് എന്റെ ദാമ്പത്യ ജീവിതത്തിൽ തീരുമാനിക്കേണ്ടത്. അത് രണ്ടാമത്തെ സംഗതി. ഈ വീഞ്ഞിന്റെ കാര്യത്തിലേക്ക് പോകുമ്പോൾ യാതൊരു മണവും ഗുണവും രുചിയും ഇല്ലാത്ത സംഗതിയായിരുന്നു വെള്ളം. വെള്ളത്തിന്റെ വേണ്ട രുചിയുണ്ട്. അതിനപ്പുറത്ത് മറ്റ് വെള്ളം ഒരു ഗ്ലാസ് കുടിക്കുന്ന സമയത്ത് വീഞ്ഞോ ജ്യൂസോ കൊടുത്തു കഴിഞ്ഞാൽ 2-3 ഗ്ലാസ് കുടിക്കും. നമ്മളായാലും കുട്ടികളല്ലേ. അപ്പൊ അത്ര തന്നെ ശിശുവില്ലാത്ത സംഗതിയായിരുന്നു ആര്? ഈ വെള്ളം. പക്ഷെ ഈ വെള്ളം ഇന്നെങ്ങനായി? വീഞ്ഞ. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ 20 വയസ്സോ 25 വയസ്സോ 30 വയസ്സോ വരെ നിങ്ങളൊക്കെ വെള്ളമായിരുന്നുവെങ്കിൽ, ചില ഭംഗികളിൽ നിറയ്ക്കപ്പെട്ട, ചില ഋതികളിൽ കെട്ടപ്പെട്ടതായ വെള്ളമായിരുന്നെങ്കിൽ, ഇന്ന് ദാമ്പത്യ ജീവിതത്തിലൂടെ നിങ്ങൾ വീഞ്ഞായി രൂപാന്തരപ്പെട്ടെന്ന് ഓർക്കണം. നിറമോ മണമോ കളർലെസ്, ടേസ്റ്റ്ലെസ് ആൻഡ് ഓർഡർലെസ് എന്നാണ് വാട്ടർ ഡിഫൈൻ ചെയ്യുന്നത്. സയൻസ് വളരെ ഡിഫൈൻ ചെയ്യുന്നത് തന്നെയാണ്. അപ്പോ ആ നിറമില്ലാത്തതും മണമില്ലാത്തതും രുചിയില്ലാത്തതുമായ ആ വെള്ളത്തെ നിറമുള്ളതും മണമുള്ളതും രുചിയുള്ളതുമായ വീഞ്ഞാക്കി മശീഹർത്താവ് രൂപാന്തരപ്പെടുത്തിയപ്പോൾ ദാമ്പത്യ ജീവിതം നിറമുള്ളതായി തീരണം, രുചിയുള്ളതായി തീരണം, മണമുള്ളതായി തീരണം. മണത്തിനൊരു കുറവുമില്ല. അല്ലെങ്കിൽ അത്ര മേടിച്ച് നന്നായിട്ട് പൂശും. രാവിലെ ഇറങ്ങിയാലും പിറ്റേന്നായാലും ആ മണം പോകത്തില്ല. പക്ഷെ രുചിക്കാണ് കുറവുള്ളത്. എന്താ? കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അടുത്തേക്ക് നിന്നാൽ മതി നമ്മുടെ പരിപാടി ചെയ്യാനായിട്ട്. ദാമ്പത്യ ജീവിതം പലപ്പോഴും അങ്ങനെ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ദമ്പതികൾ അന്യോന്യം കാണുമ്പോൾ പകപോക്കന്റെയും വിദ്വേഷത്തിന്റെയും മഹോദാഹങ്ങളെ മാറ്റപ്പെടുമ്പോൾ അന്യോന്യ സ്നേഹം പങ്കുവെക്കാൻ കഴിയാതെ മൂകജീവികളായി, അല്ലേ, മയിൽക്കുറ്റികളായി, മയിൽക്കുറ്റി കണ്ടിട്ടുള്ള ചലനങ്ങളുണ്ടല്ലോ, അപ്പൊ മയിൽക്കുറ്റികളായി കോളനിയിൽ ദൂരം അറിയാൻ GPS-ഉം ഗൂഗിൾ മാപ്പും ഇല്ലാത്ത കാലഘട്ടത്തിൽ ദൂരം അറിയാനായിട്ട്, വഴി അറിയാനായിട്ട് കോളനിയിൽ ഉപയോഗിച്ചിരുന്ന മാർഗമായിരുന്നല്ലോ മയിൽക്കുറ്റികൾ. അന്നത്തെ ഗൂഗിൾ മാപ്പായിരുന്നല്ലോ. ആ ഗൂഗിൾ മാപ്പുകളായി മാറ്റപ്പെടാൻ, മറ്റുള്ളവരെ വഴികാട്ടികളായി, അന്യോന്യ ദമ്പതികൾ വഴികാട്ടികളായി മാറ്റപ്പെടുവാൻ ഉള്ള ഒരു വിളിയാണ് ദാമ്പത്യ ജീവിതം. അതുകൊണ്ട് തന്നെ ദാമ്പത്യ ജീവിതം നിറവും മണവും ഗുണവും ഉള്ളതായി രൂപാന്തരപ്പെടണം. വെള്ളത്തെ പോലെ നിറവും മണവും ഗുണവും കളർലെസ്, ടേസ്റ്റ്ലെസ് ആൻഡ് ഓർഡർലെസ് ആയിക്കൂടാകും വേറെ നമ്മൾ ഉറപ്പിക്കുകയാണ്. പിന്നെ വെള്ളത്തിന്റെ ഒരു പ്രത്യേകത, വെള്ളത്തിന് യാതൊരു ലഹരിയുമില്ല. 2 ലിറ്റർ വെള്ളം കുടിച്ചാലും യാതൊരു ലഹരി ഉണ്ടാവില്ല. പക്ഷെ വീഞ്ഞോ 2 ലിറ്റർ ഒന്നും കുടിക്കണ്ട, 2 ഔൺസ് കുടിച്ചാൽ മതി, ഇത് ലഹരിയുള്ള സാധനമാണ്. അതുകൊണ്ട് ദാമ്പത്യ ജീവിതം, ഇന്നലെ വരെ നിന്റെ ജീവിതം പ്രത്യേകിച്ച് ലഹരിയൊന്നും ഇല്ലായിരുന്നു.
ജനിച്ചു, വളർന്നു, സ്കൂളിൽ പോയി, കലാലയങ്ങളിൽ പോയി, പഠിച്ചു, ജോലി പഠിച്ചു, ഇങ്ങനെ വെക്കേണ്ട കാലത്തിന്റെ ജീവിതത്തിന് ഒരു താളവും ഒരു ലയവും വന്നത് ദാമ്പത്യ ജീവിതത്തെ പ്രവേശിച്ചപ്പോഴാണ്. അവിടെ അത് ലഹരിയായി നിനക്ക് തുടരുവാൻ കഴിയുന്നില്ലെങ്കിൽ നിന്റെ ദാമ്പത്യ ജീവിതം ഒരു ലഹരിയായി മാറ്റപ്പെടണം. നിന്റെ തലമുറ അവരെ കൊഞ്ചിക്കൽ, താലോലിക്കൽ, അവരുടെ കാല് വളരുന്നോ കൈ വളരുന്നോ നോക്കിയിരിക്കൽ, അവര് തട്ടി വീഴാതെ അവരെ സംരക്ഷിക്കൽ, അവരുടെ പ്രായവ്യക്തി സമയം, അവരുടെ വിവാഹ ജീവിതം, അവരുടെ തലമുറ, ഇങ്ങനെ അനേക ലഹരികളിലൂടെ നിന്റെ ദാമ്പത്യ ജീവിതം കടന്നു പോകേണ്ടതാണ്. അതുകൊണ്ട് സുന്ദരമായ ഒരു ലഹരിയായി നിന്റെ ദാമ്പത്യ ജീവിതം മാറ്റപ്പെടണമെന്ന് മശീഹീകം കഥ നമ്മളെ പഠിപ്പിക്കുമ്പോൾ വെള്ളമായ നമ്മൾ തീഞ്ഞെന്ന ലഹരിയിലേക്കുള്ള രൂപാന്തരമാണ് ദാമ്പത്യ ജീവിതം നമ്മളെ മാറ്റി വിളിക്കുന്നത്. പിന്നെ വെള്ളത്തിനും വീഞ്ഞിനും നമ്മുടെ വ്യത്യാസം, ശരീരത്തിൽ എവിടെയെങ്കിലും മുറിവുണ്ടായി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് അവിടെ വെള്ളം കാണുന്നുണ്ടെങ്കിൽ ആ വെള്ളം തോർത്തി വെള്ളം ഇല്ലാതാക്കും. എന്നിട്ട് വെള്ളം കാണാതിരിക്കാൻ പ്ലാസ്റ്റർ ഒട്ടിച്ചു, അല്ലേ? പിന്നെ പച്ചക്കറി കഴിഞ്ഞ് അല്പം കുറഞ്ഞാല് വൈകുന്നേരം ചോദിക്കണമല്ലോ, നിങ്ങൾ എന്തൊക്കെ ചെയ്തു, അത് കാണിക്കാൻ തെളിവുകൂടാണ് നമുക്ക് ഈ പ്ലാസ്റ്റർ പലപ്പോഴും. ഈ പ്ലാസ്റ്റർ ഉണ്ടെങ്കിൽ ആരോട് നമ്മൾ പറയേണ്ട കാര്യമില്ല, ഞങ്ങൾ കഷ്ടപ്പെടുന്ന കാണുന്നവർക്ക് അറിയാം, ഒരുപാട് കഷ്ടപ്പെടും. അപ്പൊ അങ്ങനെ ഈ പ്ലാസ്റ്റർ ഒട്ടിച്ചോക്കാൻ കാരണം എന്താ? ഈ മുറിവിലേക്ക് വെള്ളം കയറിയാൽ മുറിവ് വഴി വെള്ളം ചില മുറിവുകളെ പൊഴിപ്പിക്കുമ്പോൾ വീഞ്ഞ് ചില മുറിവുകളെ ഉണക്കുന്നു. വീഞ്ഞ് മുറിവിനെ ഉണക്കുന്നത് വൈദ്യശാസ്ത്രത്തിൽ വെച്ചിട്ടുള്ളൂ. മശീഹത്താവാന്റെ ഭൂമിയിൽ നല്ല സതിയാക്കാരന്റെ ഭൂമിയിൽ പറയുന്നില്ലേ, ആ സതിയാക്കാരനായ മനുഷ്യൻ ആ വഴികാലത്ത് കിടന്ന മനുഷ്യനെ എടുത്തുകൊണ്ട് പോയി സ്വന്തത്തെ ഏൽപ്പിച്ചിട്ട് ആ വീഞ്ഞ് കെട്ടി വെച്ചിട്ടുണ്ടെന്നല്ലേ പറയുന്നു അവനോട്, അല്ലേ? വീഞ്ഞ് വെച്ച് കെട്ടി ഇവനെ അവിടെ ഏൽപ്പിക്കുക, അവനെ സുരക്ഷിതത്വം വരുത്തുക, അവൻ രോഗ്യസൗഖ്യം വരുത്തുക, ഹസ്തക്കാരൻ പറഞ്ഞിട്ട് പോകുന്നില്ലേ? അപ്പോൾ വീഞ്ഞ് മുറിവിനെ ഉണക്കുന്നതാണെങ്കിൽ വെള്ളം മുറിവിനെ പഠിപ്പിക്കണം. അപ്പോൾ നമ്മളുടെ ഇന്നലകളുടെ ജീവിതത്തിൽ നമ്മൾ ഒറ്റയ്ക്കായിരുന്നപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല മുറിവുകളും ഉണ്ടായിട്ടുണ്ട്. ആ മുറിവുകളൊക്കെ പഴുത്തിട്ടുണ്ട്. മറ്റു പലരുടെയും മുറിവുകൾ വഴിക്കാൻ നാം കാരണക്കാരുമായിട്ടുണ്ടെങ്കിൽ ഇന്ന് ദാമ്പത്യ ജീവിതത്തെ ഉപയോഗിച്ച് കഴിയുമ്പോൾ വേദം സുവിശേഷഭാവം നമ്മൾ ഓർമ്മിക്കുക, നീ ഇനി വെള്ളമല്ല, നീ ആരായി? നീ വീഞ്ഞാണെങ്കിൽ എന്ത് ചെയ്യണം? നീ മുറിവുകളെ ഉണക്കുവാൻ തക്കവണ്ണം നീ രോഗസൗഖ്യത്തിന് പ്രാപ്തിയുള്ള മരുന്നായി ഔഷധമായി മാറ്റപ്പെടേണ്ടതാണ്. നിന്റെ മുറിവ് മാത്രമല്ല, മറ്റുള്ളവരുടെ മുറിവ് കൂടി ഉണക്കുവാൻ തക്കവണ്ണം നിനക്ക് ഉത്തരവാദിത്തമുണ്ട്. ദമ്പതികളുടെ പ്രഥമ ദൃഷ്ടിയാളുള്ളതായ ഒരു ഉത്തരവാദിത്തമാണ് രോഗീസൗഖ്യം. എന്നില്ലേ നാളെ തൊട്ട് നാട്ടുകാരന് വേണ്ടി രോഗീസൗഖ്യത്തിന് വേണ്ടി പോയിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളവിടെ പോയിരുന്നുകൊണ്ട് രോഗി സൗഖ്യപ്പെടത്തുമില്ല, പോകാതിരുന്ന് സൗഖ്യപ്പെടാതിരിക്കില്ല. പക്ഷേ രോഗീസൗഖ്യം എന്ന് പറയുന്നത് ശാരീരികമായി ഉണ്ടാകുന്ന കേവലം അനാരോഗ്യമായ അവസ്ഥകളുള്ള സൗഖ്യം മാത്രമല്ല, മാനസികവും ശാരീരികവുമായ ഭൗതികവുമായ ഏതെല്ലാം അവസ്ഥകളിലൂടെ ഓരോ മനുഷ്യനും ദൈനംദിനം കടന്നു പോകാറുണ്ട്. ഓരോ മനുഷ്യനും അവന്റെ ജീവിതത്തിൽ അവൻ ആഗ്രഹിക്കാത്ത പല ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വൈകുന്നേരം അല്പം സമയം കിട്ടുമ്പോൾ ദമ്പതികൾ ഒന്നിച്ചിരുന്ന് അപ്പുറത്തെ വീട്ടിലെവിടെയും ഇപ്പുറത്തെ വീട്ടിലെവിടെയും ഇല്ലായ്മയും വല്ലായ്മയും പറഞ്ഞ് വെടിപ്പിച്ച് ആ മുറിവിനെ വലുതാക്കുവാൻ, അതിനെ വൃണമാക്കി മാറ്റാനുള്ളതല്ല. പിന്നെയോ അവന് വേണ്ടി കണ്ണുനീരോടെ നിന്റെ പ്രാർത്ഥനകളിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, അവന്റെ വീട്ടിൽ ആ ദമ്പതികൾ തമ്മിൽ വഴക്കോ സമ്മയോ ഉണ്ടെങ്കിൽ നീ ദമ്പതികളായ അവന്റെ വീട്ടിൽ ചെന്നിട്ട് അവന്റെ സ്നേഹത്തിനും സമാധാനത്തിനും കുടുംബത്തിന്റെ സുരക്ഷത്തിനും വേണ്ടി അവനോട് സ്നേഹമായി സംസാരിക്കാനും അവൻ ഒന്നിച്ചാക്കാനും കഴിയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രാവിലെ 7 മണിക്ക് പോകുന്ന ഭാര്യയെ കാണുമ്പോൾ എന്നാലും നിന്നോടെന്താണ് ചെയ്തതെന്ന് ചോദിക്കുക, 9 മണിക്ക് പോകുന്ന ഒന്നായെ കാണുമ്പോൾ എന്നാലും അവൻ അങ്ങനത്തെ വായനല്ലേ നിന്നോട് അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ച് ആ മുറിവിനെ വലുതാക്കുവാനുള്ളവരല്ല ദമ്പതികൾ, അന്യന്റെ മുറിവിനെ ഉണക്കുവാനുള്ളവരാണ്. അപ്പോൾ നാം വെള്ളമല്ല, നാം വീഞ്ഞാണ് നമ്മുടെ ദാമ്പത്യ ജീവിതം. നമ്മുടെ മുറിവിനെ മാത്രമല്ല, മറ്റുള്ളവരുടെ മുറിവിനെ ഉണക്കുവാനുള്ളതായ ഔഷധമാകുന്ന മുറിവാണ് വീഞ്ഞായി നാം രൂപാന്തരപ്പെടണമെന്ന് നാം ഓർക്കുന്നതാണ്. കുഞ്ഞുങ്ങളുടെ ഇഷ്ടകവിയായിരുന്ന കുഞ്ഞിമാഷിന്റെ മനോഹരമായ നീരടിയുണ്ട്. വാക്കിനോളം തൂക്കമില്ല ഊക്കൻ ഭൂമിക്ക് പോലും, വാക്കിനോളം തൂക്കമില്ല ഈ ഊക്കൻ ഭൂമിക്ക് പോലും. ഇപ്പോൾ ഭൂമിയേക്കാളും ഭാരമുള്ള വസ്തുവായിട്ടാണ് വാക്കിനെ കവി കണ്ടിരുന്നത്. കവി മറ്റു ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ഒരു കഠാര നിന്റെ ഹൃദയത്തിൽ ആഴത്തിലിറക്കാം, അത് ഞാനോ മറ്റൊരാളോ ഊരിയെടുത്തു വരാം. എന്നാൽ ഞാനൊരു വാക്ക് നിന്റെ ഹൃദയത്തെ ആഴത്തിലിറക്കിയാൽ അത് എനിക്കോ മറ്റൊരാൾക്കോ ഊരിയെടുക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് ദമ്പതികൾ നമ്മളുടെ നാവുകളെ കടിഞ്ഞാണിട്ട് സൂക്ഷിച്ചു കൊള്ളണം. കല്യാണത്തിന് മുമ്പ് യാതൊരു ലൈസൻസും ഇല്ല, എന്നും പറയാം, ആരോടും പറയാം, എങ്ങനെയും പറയാം. പക്ഷെ വിവാഹശേഷം ദാമ്പത്യ ജീവിതത്തെ ഉപയോഗിച്ച് കഴിയുമ്പോൾ നീ നിന്റെ ഭർത്താവിനോട് സംസാരിക്കുമ്പോൾ നിന്റെ നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിച്ചു കൊള്ളുക. നീ നിന്റെ ഭാര്യയോട് സംസാരിക്കുമ്പോൾ നിന്റെ അതരം കൊണ്ട് നിന്റെ നാവ് കൊണ്ട് അവിടെ നീ ബഹുമാനിച്ചു കൊള്ളുക.
അപ്പോൾ അന്യോന്യം ചവിട്ടിത്താക്കാനും വാക്കുകളാകുന്ന അസ്ത്രങ്ങളെ നെഞ്ചകത്തിനുള്ളിലേക്ക് തുളച്ചു കയറും വിധം എറിഞ്ഞു കൊടുക്കാനുള്ള ഉപാധിയല്ല നാക്ക് എന്ന് പറയുന്നത്. ദൈവം നാവിനെ മനുഷ്യന് തന്നത് ഭക്ഷണ സാധനങ്ങളെ രുചിക്കുവാനും മറ്റുള്ളവരെയോട് നന്മ ചൊല്ലുവാനും തക്കവണ്ണമാണ്. അതുകൊണ്ട് നിന്റെ നാവ് ദാമ്പത്യ ജീവിതത്തിൽ നന്മ ചൊല്ലുന്നതായി തീരണം. അങ്ങനെയാകുമ്പോഴാണ് പണ്ട് കവി പാടിപോലെ എന്ത് പാടും? പൂമുഖവാതിൽക്കൽ സ്നേഹം വിളമ്പുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. ആരന്റെ ഭാര്യ? പൂമുഖവാതിൽക്കൽ സ്നേഹം വിളമ്പുന്ന പൂന്തിങ്കളാണ്. കരുതുള്ളി വരുന്ന യക്ഷിസമമായ കഥാപാത്രമല്ല എന്റെ ഭാര്യ. അങ്ങനെ ആയിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നാവിനെ ആദ്യം കഠിനമായിട്ട് സൂക്ഷിക്കണം. ദമ്പതികൾ അന്യോന്യം ചില ബലഹീന നിമിഷങ്ങളിൽ അന്യോന്യം എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും, മനുഷ്യസഹജമാണ്. പക്ഷേ അതെല്ലാം ബാക്കിയായ ഓരോ സപ്പോസെല്ലാം ഓർപ്പിക്കുന്നു. സൂര്യനസ്തമിക്കുവോളം നീ വിളിച്ചുകൊണ്ടിരിക്കരുത്. സൂര്യനസ്തമിക്കുന്നതിന് മുന്നേ നീ പറഞ്ഞു തീർക്കണം. നിന്റെ നാവിനെ കഠിനമായിട്ട് സൂക്ഷിക്കുവാൻ തക്കോളം ഒരു വിളിയാണ് ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത്. ഇനി മറ്റൊന്ന്, മഷിമാട് കാണാനിലേക്ക് എല്ലാവരിലേക്കും ചെന്നു കഴിഞ്ഞാല് ആറ് കൽഭരണികൾ ഉപയോഗിച്ചാണ് കാണല് അല്ലേ? കൽഭരണികളില് എന്തിനാണ് വെള്ളം വെച്ചിരുന്നത്? മുറ്റത്ത് നിന്ന്, അതായത് മരുഭൂമിയിൽ പൊടിക്കാറ്റുള്ളതായ തണുത്ത് താമസിക്കുന്നവര് ശരീരം മുഴുവൻ കൂടുതലായ വസ്ത്രം ധരിക്കും. എന്തിനാ? പൊടിക്കാറ്റിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. പൊടിക്കാറ്റിന് രക്ഷപ്പെടാൻ വേണ്ടി അങ്ങനെ വസ്ത്രം ധരിക്കും. എന്നാലും കയ്യിലും കാലിലൊക്കെ പൊടിക്കാറ്റും പൊടിയൊക്കെയും അടിക്കും. പുറത്തു പോയിട്ട് വരുമ്പോൾ മണ്ണും പൊടിയൊക്കെ കയ്യിലും കാലിലും ആകുമ്പോൾ ബാക്കി ശരീരഭാഗത്തും ആവുന്നില്ല, വസ്ത്രം അതുകൊള്ളുമായിരുന്നു. ഇവരുടെ കയ്യിലെയും കാലിലെയും മുഖത്തെയും പൊടിയും അഴുക്കും കഴുകി കളയുവാനായിട്ട് പൊടിത്തരവാദത്തില് കൽഭരണിയിൽ വെള്ളം വെക്കുമായിരുന്നു. തുകൽഭരണിയിലാണ് മീൻ വെച്ച് വെച്ചിരുന്നത്. കൽഭരണിയിൽ വെച്ചിട്ട് വെള്ളം വെക്കാനായിട്ടാണ് മുഖം കഴുകാനാണ്. കുടിക്കാൻ കൊള്ളാവുന്ന വെള്ളമല്ല, കാലും കൈയും കഴുകാൻ കൊള്ളാവുന്ന വെള്ളം. അങ്ങനെ കാലും കൈയും കഴുകാൻ കൊള്ളാവുന്ന വെള്ളം മുറ്റത്തെ കൽഭരണിയിൽ വെച്ചിരുന്നു. ആ വെള്ളത്തെയാണ് മസ്ജിദ് നമ്പരൻ എന്താക്കി മാറ്റിയത്? വീഞ്ഞാക്കി മാറ്റിയത്. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിന് മുന്നേ നമ്മുടെ ജീവിതം കുമാരനും കുമാരിയുമാണ് ജീവിച്ചപ്പോൾ നമ്മുടെ ജീവിതം ഏതോ മുറ്റത്ത് ആരിലേക്ക് പുറത്തു പോയിട്ട് വന്ന് ആടിലേക്കോ കയ്യും കാലും കഴുകുവാനുള്ള വെള്ളം കയറുന്ന കൽഭരണികളും അതിലുള്ള വെള്ളവുമായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലൂടെ നമ്മുടെ ഭർത്താവ് ആ കാല് കഴുകാനുള്ള വെള്ളമായിട്ടല്ല കുടിക്കുവാൻ കൊള്ളാവുന്ന നിറമുള്ള മണമുള്ള ഗുണമുള്ള രുചിയുള്ള മേൽത്തരം വീഞ്ഞാക്കി രൂപാന്തരപ്പെടുത്തിയെങ്കിൽ ഇവർ നോക്കിക്കേ, എന്നാണോ ഇരിയാന്റെ കൂടെ കൂടിയത് അന്ന് തുടങ്ങിയത് എന്റെ കഷ്ടകാലം എന്ന് പറയുവാനുള്ളതല്ല. നിന്റെ ദാമ്പത്യ ജീവിതം സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി മാത്രം കാഴ്ചവെച്ചൊരുക്കി തന്ന വിരുന്നാണെന്ന് നീ മറന്നു പോകരുത്. ഏതോ മിറ്റത്ത് ആരുടെയോ കാലിങ്കയും കഴിയുവാൻ വെച്ചിരുന്ന വെള്ളമായത് നിന്നെ രുചിയുള്ളതും ഗുണമുള്ളതും മണമുള്ളതുമായ വീഞ്ഞായി രൂപാന്തരപ്പെടുത്തിയെങ്കിൽ, ഒരു കുടുംബത്തിന്റെ നാഥനായി നാഥയായി അവരോധിച്ചുവെങ്കിൽ, ഒരു കുടുംബം എന്ന ചെറിയ സാമ്രാജ്യത്തിന്റെ അധിപതിയുമാക്കി മാറ്റിയെങ്കിൽ, രാജാവും രാജ്ഞിയുമാക്കി മാറ്റിയെങ്കിൽ, നിന്റെ ദാമ്പത്യ ജീവിതം ദൈവം തന്ന ദാനമാണ്. അത് നിന്റെ മുമ്പാകെ വിളമ്പപ്പെട്ട ഇരയിലെ സുന്ദരമായ വിരുന്നാണെന്ന് നീ മറന്നു പോകരുത്. അതുകൊണ്ട് ദാമ്പത്യ ജീവിതങ്ങളെ പഴിയാനുള്ളതല്ല, ശപിക്കുവാനുള്ളതല്ല, ദോഷമെന്ന് പറയുവാനുള്ളതല്ല. അത് അനുഗ്രഹമായി തീരേണ്ടതിന്, അത് അനുഗ്രഹപൂർണ്ണമായി തീരേണ്ടതിന് അത് നന്മയാണെന്ന് പറയുവാൻ നിങ്ങൾക്ക് കഴിയണം. എന്റെ ദാമ്പത്യ ജീവിതം എന്റെ ദൈവം എനിക്ക് വേണ്ടി തന്ന വരദാനമാണെന്നുള്ള ബോധ്യത്തോടെ അതിന്റെ മനോഹാരിതയെ ഉപയോഗിക്കുവാൻ, അതിന്റെ നന്മയെ അനുഭവിക്കുവാൻ, അതിന്റെ രുചിയെ നുകരുവാൻ കഴിയുമ്പോഴാണ് എന്തായിരുന്നത് ഏതൻ പ്രതീക്ഷയിലെ ദാമ്പത്യ ജീവിതമായി മാറ്റപ്പെടുന്നത്. ദൈവരാജ്യം നമുക്കിടയിലാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ നീ ഉണ്ടാക്കുന്ന ദൈവരാജ്യത്തിന് വഴി, അല്ലാതെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന സ്ഥലമൊന്നുമല്ല. എവിടെയെങ്കിലും മണ്ണും കല്ലും പറ്റി ഉണ്ടാക്കി വെച്ചേക്കുന്ന സാധനമൊന്നുമല്ല കേട്ടോ. ഊർജ്ജകരിയേക്കാൾ ഉയരത്തിലും ഊർജ്ജാവർത്തിനേക്കാൾ സൗന്ദര്യമുള്ളതും സുഖസൗകര്യമുള്ള സ്ഥലമൊന്നുമല്ല ദൈവരാജ്യത്തിന്. ഞാൻ നീ ഉണ്ടാക്കിയിരിക്കുന്ന ആവാസ വ്യവസ്ഥയാണ്. ആ ആവാസ വ്യവസ്ഥ സുന്ദരവും സുമുഖവുമായി തീരണമെങ്കിൽ നാം വീഞ്ഞുകളായി രൂപാന്തരപ്പെടണം. ഇനിയും ആ കൽഭരണികളിലെ വെള്ളമായി നാം അവശേഷിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു വരാം. ആ മണവും ഗുണവും ഉള്ള വീഞ്ഞുകളായി രൂപാന്തരപ്പെടാം. നമുക്ക് വീണ്ടും കർത്താവ് വീഞ്ഞുണ്ടാക്കിയതിനെ പറ്റി പറയുന്ന മറ്റൊരു സമയമുണ്ട്. ഈ വീഞ്ഞുണ്ടാക്കി കൊടുത്തപ്പോഴേ അവിടെ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എല്ലാവരും നല്ല വീഞ്ഞ് ആദ്യമേ കൊടുക്കുകയും നല്ല വീഞ്ഞ് ആദ്യമേ കൊടുക്കുന്നു, നീയോ ഇത് അവസാനത്തോളം സൂക്ഷിച്ചു വെച്ചല്ലോ എന്ന് പറയുന്നില്ലേ? ഇത് നല്ല വീഞ്ഞിന്റെ വ്യത്യാസം.
യഹൂദന്മാർക്ക് വീഞ്ഞ് വലിയ പ്രാധാന്യപ്പെട്ട കാര്യമില്ല. ഈ സെഞ്ചുറി വൈൻ വൈനുണ്ട്, അറിയോ? 100 വർഷങ്ങളോളം പഴക്കം വൈൻ ഏറ്റവും കൂടുതൽ. ഈ വീഞ്ഞിന്റെ ഗുണം എന്ന് പറയുന്നത് പഴക്കം കൂടുതലാണ്. 12 വർഷത്തിലേറെ ഗുണമുള്ളതായ ആൽക്കഹോൾ, അതിന്റെ ഈ മത്തു പിടിപ്പിക്കാനുള്ളതായ എല്ലാ ശേഷിയും, ഹാങ്ങോവർ ഉണ്ടാകുന്നതായ എല്ലാ സാധനവും അതിൽ നിർവീര്യമായിട്ടുണ്ടാകും. 12 വർഷം കഴിയുമ്പോഴേ അത് വീഞ്ഞായിരിക്കും, പക്ഷെ അതിന്റെ ഈ ഹാങ്ങോവർ ഉണ്ടാകുന്ന എല്ലാ ഘടകങ്ങളും നിർവീര്യമായിട്ടുണ്ടാകും. കർത്താവ് ഉണ്ടാക്കി കൊടുത്ത സെഞ്ചുറി മേൽത്തരം വീഞ്ഞ്, സെഞ്ചുറി വൈൻ, ഏറെ പഴക്കമുള്ള വൈൻ വീഞ്ഞിനോട് വർഷങ്ങളായിട്ട് ഈ യഹൂദന്മാർക്ക് സംസാരം ഉണ്ടായിരുന്നു. അവരിങ്ങനെ വീഞ്ഞുണ്ടാക്കി അത് നല്ല ഈ തടി കൊണ്ടുണ്ടാക്കിയതായ ഭരണികളിലെ തുകൽ ഭരണികളിലും തടി ഉണ്ടാക്കിയ ഭരണികളിലും സൂക്ഷിച്ച് കേടുകൂടാതെ അല്ലെങ്കിൽ മറ്റു പ്രാണികളൊന്നും അതിലേക്ക് കടക്കാതെ വളരെ ഭദ്രമായി സൂക്ഷിച്ച് ഭൂമി കുഴിയിട്ട് വെക്കുമായിരുന്നു വർഷങ്ങളോളം. എന്നിട്ട് വർഷങ്ങൾക്ക് ശേഷം എടുത്ത് ഉപയോഗിക്കാൻ അവരുടെയൊക്കെ മക്കളുടെ വിവാഹം അതാണ് ഉപയോഗിച്ചിരുന്നത്. അത് എത്രയും പഴക്കമുള്ള വീണ്ടും ആഠ്യത്വത്തെ സൂചിപ്പിച്ചിരുന്നു. അവരുടെ പ്രൗഢിയെയും അവരുടെ സാമ്പത്തിക അവസ്ഥയെയും സൂചിപ്പിച്ചിരുന്നത് ആ പല വീഞ്ഞ് പഴക്കമുള്ളതായിരിക്കും. കർത്താവ് അങ്ങനെ ഒരു വീഞ്ഞാണ് ഉണ്ടാക്കിയത്. അപ്പൊ കർത്താവ് നിനക്ക് നൽകിയിരിക്കുന്ന ദാമ്പത്യ ജീവിതം അത് തലയ്ക്ക് പിടിക്കുന്ന ദാമ്പത്യ ജീവിതമല്ല, നിന്നെ ഉന്മാദത്തിൽ എത്തിക്കുന്ന ദാമ്പത്യ ജീവിതമല്ല. ഒരു വീഞ്ഞിന്റെ എല്ലാ ഗുണങ്ങളും മണങ്ങളും നിറങ്ങളും ഉള്ളപ്പോഴും നിനക്കത് സുന്ദരമായ ദാമ്പത്യ ജീവിതം ദൈവം നൽകിയിരിക്കുന്നത്. അത് മേൽത്തരം ദാമ്പത്യ ജീവിതം ദൈവം നിനക്ക് നൽകിയത്. നീ അതിനെ പഴിപറയരുത്, അതിനെ പഴിചാരരുത്. ദൈവം നിന്നോട് ചെയ്ത ഭൂമിയിലെ ഏറ്റവും വലിയ കരുണയാണ് നിന്റെ ദാമ്പത്യ ജീവിതം. നിന്നെ അനുഗ്രഹിക്കപ്പെട്ട തലമുറ നിന്റെ ദാമ്പത്യ ജീവിതത്തിന്റെ ബൈപ്രോഡക്ട്സ് ആണ്. നിന്റെ ദാമ്പത്യ ജീവിതം ദൈവം നിനക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് ഇന്ന് വരുന്ന അതിനെ പരിപാടിക്കണം. ഈ നേരത്തെ ആ വിദ്യാലയം എനിക്ക് അമേരിക്കക്കാരുടെ എത്ര ആലോചന വന്നു. ഞാൻ വേണ്ടാവുന്ന ഈ കാലമാണിവിടെ പോകുന്നില്ലേ, എന്നിട്ട് രണ്ടായിരത്തിന്റെ അവസ്ഥ ഞാൻ എവിടെ ജീവിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് പഴിതായിട്ട് ഇല്ലേ? ഐശ്വര്യറായെപ്പോലുള്ള എത്ര ആളുമാര് എനിക്ക് കൂടുന്ന പിന്നെ നിന്റെ സ്വയംഭരമാക്കാനാണ് ചോദിക്കാൻ. ഇനി നമുക്ക് എത്ര ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഓർമ്മ നോക്കിയേ, ഈ സ്വിഫ്റ്റ് കാർ JCBയുടെ ടയറാണ്. പറ്റുമോ? JCBയുടെ ടയറാണ് നല്ല പൊക്കമുള്ളതല്ലേ. പമ്പറൊന്നുമില്ല, ഹമ്പൊന്നും ഇടുക്കിയില്ല, വണ്ടി റോഡിൽ കിടന്നാൽ തട്ടുകയില്ല, വണ്ടിയുടെ അകത്തില്ല, നല്ല പൊക്കത്തിൽ പോകാം. പിന്നെ പോകുന്ന വഴി എല്ലാവരെയും കാണുകയും ചെയ്യാം. നല്ല ഫീലൊക്കെ എന്തായാലും 2 ടയറല്ലേ, 2 റബ്ബറോട് ഉണ്ടാക്കിയല്ലേ. എന്റെ ദൈവത്തിന്റെ ജനമേ, എന്റെ മാതാപിതാക്കളെ, എന്റെ സഹോദരന്മാരെ, സ്വിഫ്റ്റ് കാറിന് ഏറ്റവും പറ്റിയ ടയറാണ് 16 ഇഞ്ചിന്റെ ആട്ടക്കൽ. അതുകൊണ്ടാണ് ആ കമ്പനി ആട്ടക്കൽ ബെസ്റ്റ് ഫോർ യു എന്ന് കിട്ടിയത്. നാട്ടിൽ വില കൊള്ളാതിരിക്കാനുണ്ടല്ലോ കേട്ടോ. JCBയുടെ കാര്യങ്ങൾ കൊള്ളാതെ ഒരുപാട് ടയറുകൾ നാട്ടിലുണ്ട്. ആ ടയറൊന്നും നിനക്ക് ചെയ്യത്തില്ല. അതുകൊണ്ട് വണ്ടിയുടെ ടയർ മാറിയിടാൻ നോക്കരുത്. കമ്പനി ഇട്ടേക്കുന്ന ടയർ ഇട്ട് വണ്ടി ആയുഷ്കാലം ഓടിക്കൊള്ളണം, അല്ലെങ്കിൽ വാറന്റി ഗ്യാരണ്ടി കിട്ടത്തില്ല. ഏത് തരത്തിലും അത് നശിച്ചു പോകാത്തുള്ളൂ. JCBയുടെ ടയർ ഇട്ട് കൊണ്ട് എന്തോ നോക്കിയേ, നിന്റെ ദാമ്പത്യ ജീവിതത്തിൽ അങ്ങനെ ടയർ മാറാൻ നീ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഈ രംഗം വല്ലപ്പോഴെങ്കിലും നീ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരണം. ആ ചിത്രം ഒന്ന് ധ്യാനിക്കണം. അങ്ങനെ ഇരിക്കും നിന്റെ ടയർ മാറാൻ പോയാൽ. അതുകൊണ്ട് വെച്ച് മാറുവാനുള്ളതല്ല, അനുഭവിച്ചു തീർക്കുവാനുള്ളതാണ്. എങ്ങനെ അനുഭവിച്ചു തീർക്കണം? പരിചാരിയും കൊല്ലൽ പറഞ്ഞുമല്ല അനുഭവിച്ചു തീർക്കേണ്ടത്. സുന്ദരമായ ലഹരിയാവുന്ന വീഞ്ഞ് വീഴുന്നത് പോലെ മാധുര്യത്തോടെ അനുഭവിച്ചു തീർക്കുവാനുള്ളതാണ് നിന്റെ ദാമ്പത്യ ജീവിതം. പിന്നെ മറ്റൊരു സംഗതി, അവരുടെ ദാമ്പത്യ ഈ വീഞ്ഞിനെ വെള്ളമാക്കി കർത്താവ് അവിടെ കാണിച്ചെന്ന് മറ്റൊരു സംഗതി ഇവിടെ നമുക്ക് യാത്ര ചെയ്യാം. കർത്താവ് എത്ര പേര് വീഞ്ഞുണ്ടാക്കിയത്? എത്ര? 6 കൽഭരണികൾ നിറച്ച വീഞ്ഞുണ്ടാക്കിയത്. ഒരു കൽഭരണിയിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളുന്നു? 60 ലിറ്റർ വെള്ളം കൊള്ളും. അങ്ങനെ എത്ര ലിറ്റർ വീഞ്ഞുണ്ടാക്കി? 360 ലിറ്റർ വീഞ്ഞുണ്ടാക്കി. അല്ലേ? ആണോ? അത് കുടിച്ചിട്ടില്ലേ? കാരണം കേൾക്കണം. അങ്ങനെ 360 ലിറ്റർ വീഞ്ഞ് എന്തിനാ കർത്താവ് ഉണ്ടാക്കി? ഒരു യഹൂദന്റെ കല്യാണത്തിൽ ആ പാടെ മാക്സിമം പോയാൽ 500 പേര്. ഇന്നത്തെ കൂട്ടർ ഫേസ്ബുക്കിൽ 5000 ഫ്രണ്ട്സ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ 3000 ഫോളോവേഴ്സ് ഉണ്ട്. എല്ലാവർക്കും വേണ്ടി ഇന്ത്യൻ കാര്യങ്ങളുള്ളതില്ലല്ലോ, സ്വന്തക്കാരെ മാത്രം വിളിക്കുന്നുള്ളൂ. ഈ 500 പേരില് ഒരു 150 പേരുടെ പരിപാടി കഴിഞ്ഞവൻ. ആദ്യം വളരെ വീഞ്ഞുകൊണ്ട് 150 പേരുടെ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നുള്ള 50 പേര് വന്നാല് ഈ മണവാണ്ണും മണവാട്ടിയുടെ മാതാപിതാക്കളും സഹോദരങ്ങളുമായിട്ടുള്ള ഒറ്റ പരിപാടിയോ അവരാരും ഈ വീഞ്ഞ് കുടിക്കാണ്ട് പോകുന്നില്ല. പിന്നുള്ള ബാക്കി 200 പേരെ ആകെ പാടെ
അല്ല 300 പേരെ ബാക്കി ആവാതെ ആ കല്യാണം ഇരുന്നുള്ളൂ. ഈ 300 പേർക്ക് കൊടുക്കാനായിട്ട് ഇത്രയൊന്നും വീടിന്റെ ആവശ്യമില്ല. ഒരു 20 ലിറ്റർ വീഞ്ഞ് മതി ആ 300 പേർക്ക് സുന്ദരമാക്കണം. പക്ഷെ കർത്താവ് കൊടുത്തത്ര അവന് 360 ലിറ്റർ വീഞ്ഞ്. എന്തിനാ 300 ലിറ്റർ വീഞ്ഞ് കൊടുക്കുക? ബാക്കി 340 ലിറ്റർ വീഞ്ഞുണ്ടല്ലോ. അതായത് ഈ മണവാളനും മണവാട്ടിയുടെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ അവൻ 25 കൊല്ലം ജീവിച്ചാൽ ഒരു പക്ഷേ ദൈവം അവനാണ് ആയുസ് ആരോഗ്യം കൊടുത്ത് അവനെ കൊടുത്ത് അവന്റെ താമര വിവാഹം. ഈ 25 കൊല്ലവും വൈകുന്നേരം നടക്കുന്നതിന് മുന്നേ 2 സെഞ്ചുറി മൈനാണ്, മിലിറ്ററി മൈനാണ്, തലയ്ക്ക് പിടിക്കുന്നതല്ല, പല്ലും പുല്ലും പറയുന്നതുമല്ല, അങ്ങോട്ട് ഇങ്ങോട്ട് ആരായി നിന്നെ മനസ്സിലായില്ലോ ചോദിക്കുന്നതുമല്ല. എന്നാൽ ഒന്നാമത്തെ സാധനം 2 കുക്ക് കഴിക്കുന്ന കുഴപ്പമില്ല. അങ്ങനെ 25 കൊല്ലം കഴിക്കാനുള്ള സാധനം നടത്താൻ കഴിയും. ഇനി അവന്റെ മകന്റെ കല്യാണം നടത്തുന്നു. അവന്റെ മകന്റെ കല്യാണം നടത്തുമ്പോൾ അന്ന് വീഞ്ഞു വേണ്ടി അതിനുള്ളതാണ്. അവന്റെ അമ്മ അവന് വേണ്ടി മാത്രമല്ല, അവന്റെ വിരുദ്ധാലക്കാരെ പൊട്ടിപ്പുറത്തല്ല, അവന്റെ വിരുന്നുകാർക്ക് കൊടുത്തിട്ട് അവൻ 25 കൊല്ലം കഴിച്ചിട്ട് അവന്റെ തലമുറയുടെ കല്യാണത്തിന് വേണ്ടി കൂടി കർത്താവ് വീഞ്ഞുണ്ടാക്കി കൊടുത്ത ലോകം നോക്കിക്കേ. എന്റെ ദമ്പതികളെ, ദാമ്പത്യ ജീവിതം സ്വർഗ്ഗത്തിലെ ദൈവം നിനക്ക് അനുഗ്രഹിച്ചത് നിനക്ക് വേണ്ടിയല്ല, നിന്റെ തലമുറയ്ക്ക് വേണ്ടി കൂടിയ സമൃദ്ധമായ അവൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നിനക്ക് വേണ്ടത് 20 ലിറ്റർ മാത്രമായിരുന്നെങ്കിൽ ഇന്ന് 360 ലിറ്റർ നൽകി ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കുമ്പോൾ ഇന്ന് നിന്റെ ദാമ്പത്യ ജീവിതം വഴി പറയുവാനുള്ളതല്ല, പിന്നെയോ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചെടുക്കാനുള്ളതാണെന്ന് വേദം നമ്മളെ ഓർപ്പിക്കുകയാണ്. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിലെ കുറിച്ച് നമുക്ക് ഓരോരുത്തർക്കും ആദ്യം കവിവാക്യം ഓർപ്പിച്ചതുപോലെ സുന്ദരമായ ഈ ദാമ്പത്യ ജീവിതം ഏറോകിനാവിന്റെ ഈ പായക്കപ്പലിലേറി യാത്ര ചെയ്ത്, എന്നാൽ ദാമ്പത്യ ജീവിതത്തെ വെച്ചപ്പോൾ സാങ്കല്പികങ്ങൾക്കപ്പുറം യാഥാർത്ഥ്യങ്ങൾക്ക് ചില വികൃതമുഖങ്ങളോ തിരിച്ചറിഞ്ഞ്, എന്നാൽ നിർബന്ധം കൊണ്ടോ പരമ്പരങ്ങൾ കൊണ്ടോ എന്തുകൊണ്ടോ ഈ വികൃതമുഖങ്ങളെ നെഞ്ചിലേറ്റിക്കൊണ്ട് യാത്ര ചെയ്യുന്ന നമുക്ക് ഇന്ന് ഈ പകൽ നമ്മളോട് പറയുന്ന ഒരേ സംഗതി, ഇത് ഒരു ലഹരിയാണ്. ഇത് കർത്താവ് ഉണ്ടാക്കിയ മേൽത്തരം വീഞ്ഞല്ല, തലയ്ക്ക് പിടിക്കുന്നതല്ല. ആ ലഹരിയെ ആവോളം നുകരുവാനും രുചിക്കുവാനും കഴിയണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രാർത്ഥന എന്നുള്ളത് നിന്റെ ഭവനത്തിൽ ഉണ്ടാകണം. രാവിലെയും വൈകുന്നേരവും ദമ്പതികൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരിക്കലും അടിപതരം വീഴില്ല. പ്രതിസന്ധികളും പ്രയാസങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും, യാതൊരു സംശയമില്ലാത്ത കാര്യത്തിൽ. പക്ഷെ നിങ്ങൾ അടിപതരം പോകാനില്ല. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ദമ്പതികൾ ഒരുമിച്ച് നിലനിൽക്കുമെന്നാണ് പിതാക്കന്മാർ നമ്മൾ ഓർമ്മിക്കുന്നത്. പരിശുദ്ധനെ കുറിച്ച് പ്രാർത്ഥനയെ പറ്റി പറയുന്നത് പ്രാർത്ഥന പ്രഭാതത്തിന്റെ താക്കോലും സന്ധ്യയുടെ സാക്ഷ്യമാണെന്ന് പറയുമ്പോൾ നിന്റെ ജീവിതത്തെ കൂട്ടുകൊണ്ട് സൂക്ഷിക്കുവാൻ തക്കവണ്ണമുള്ളതായ സാക്ഷ്യം നിന്റെ ജീവിതത്തിന്റെ മനോഹാരിതയിലേക്ക് നിന്ന് പ്രവേശിക്കാനുള്ള താക്കോലുമാണ് എന്ന് പിതാക്കന്മാർ നമ്മൾ ഓർമ്മിക്കുകയാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന പറയുന്നത് മാത്രം പറയണം. സങ്കടങ്ങളും പ്രയാസങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. മഹാഭാരതം എന്നതായ പുസ്തകത്തിൽ കുന്തിദേവിയുടെ കഥാപാത്രമുണ്ട്. ആ സ്ത്രീയുടെ മനോഹരമായ പ്രാർത്ഥനയുണ്ട്. ഭഗവാനെ, ദുഃഖത്തിന്റെ നെരിപ്പോടെ ശിരസിൽ പ്രതിഷ്ഠിക്കണമേ. ദുഃഖമില്ലെങ്കിൽ ഈശ്വര നിന്നെ ഞാൻ മാറ്റും. ദുഃഖമില്ലെങ്കിൽ ഈശ്വര നിന്നെ ഞാൻ മാറ്റും. അതുകൊണ്ട് നിനക്ക് ദുഃഖമുണ്ടെങ്കിൽ നിന്റെ ദൈവത്തെ നീ മറക്കാതിരിക്കാൻ മാർഗമോ? എന്നാൽ നീ അടിമതിൽ പോവുകയില്ല. നിന്റെ ശമ്പളം വെട്ടിക്കുറയ്ക്കപ്പെട്ടാലും നിന്റെ ജോലി നഷ്ടപ്പെട്ടാലും നീ പട്ടിണി കിടക്കേണ്ട അവസ്ഥ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാതെ നീ എന്ത് ചെയ്യണം? നിന്റെ ദാമ്പത്യ ജീവിതത്തെ നീ എന്നവണ്ണം നുകരുവാനും ആസ്വദിക്കുവാനും ആ മനോഹാരിത ആയിരിക്കുവാനും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോ, നമുക്ക് പറഞ്ഞു തീർക്കാമെന്ന് അന്യോന്യം തുറന്നു പറച്ചിലിന്റെ അനുഭവത്തിലുള്ള യാത്രയാണ്. ഏറ്റവും കൂടുതൽ കുടുംബജീവിതങ്ങളിലുള്ളതായ സംഗതി തുറന്നു പറച്ചിലില്ല എന്നുള്ളതാണ്. തുറന്നു പറയുകയില്ല, സമയമില്ല. അമേരിക്കൻ സ്റ്റോറിയില് ഒരു പിതാവിനടുത്ത് മകൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പന് 1 മണിക്കൂർ ജോലി ചെയ്താൽ എത്ര രൂപ കിട്ടും? അപ്പൻ പറഞ്ഞ എത്ര രൂപ കിട്ടും? ആ കുഞ്ഞൊന്നും മിണ്ടില്ല, തന്നെ മൊയിലേക്ക് പോയി. കുറച്ച് നാളുകൾക്ക് ശേഷം ആ പിതാവ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോൾ അപ്പന്റെ അടുത്ത് ആ മകൻ പണം കൂടി കൊടുക്കുന്നപ്പോ ഇത്രയും ഡോളറുണ്ട്, 1 മണിക്കൂർ എന്റെ കൂടെ ജയിക്കാൻ. ഇത് പിന്നെ പശ്ചാത്തലമുണ്ട്. ആ മകൻ ഏറെ നാളുകളായി ഈ അപ്പനെ വിളിക്കുന്നുണ്ട്. അപ്പ എന്റെ കൂടെ കളിക്കാൻ പാ, എന്റെ കൂടെ വർത്താനം പാ. ഞാൻ പറയുന്ന അപ്പൻ ബുദ്ധിമുട്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ എത്ര തവണ നമ്മൾ പറഞ്ഞത്, അമ്മ ഈ ഫോണൊന്ന് മാറ്റി വെച്ചേ, അപ്പൻ ഈ ഫോണൊന്ന് മാറ്റി വെച്ചേ. ഞാൻ പറയുന്നത് കേട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ പറഞ്ഞിട്ടില്ലേ, അത് തെറ്റിപ്പോയെന്ന് പറഞ്ഞാൽ അവരെ പഴി പറയുവാനും പഠിക്കാനും മാറ്റി നിർത്തുവാനും കുറ്റപ്പെടുത്താനും നമുക്ക് യാതൊരു പണിയില്ലാത്തപ്പോൾ നമ്മുടെ തലമുറ തെറ്റിപ്പോയെങ്കിൽ നമ്മൾ എടുത്തിരുക. അവരെയൊക്കെ ചേർത്ത് പഠിക്കുവാൻ, അവരെയൊക്കെ കേൾക്കുവാൻ,
അവരെ ഒന്ന് അംഗീകരിക്കുവാൻ നാം സമയം കണ്ടെത്തിയിട്ടുണ്ട്. സമയമില്ല എന്ന് പറയുന്ന കാലഘട്ടത്തിൽ നാം നമ്മുടെ ദാമ്പത്യ ജീവിതത്തിന് വേണ്ടി സമയം കണ്ടെത്തണം. ദമ്പതികൾ അന്യോന്യം കേൾക്കണം. അവൾ പറയുന്നത് മണ്ടത്തരമായിരിക്കാം, കേൾക്കണം. അവളുടെ മണ്ടത്തരം വേറെ ആര് കേൾക്കും? ടയർ മാറിയിട്ടാൽ ഈ വണ്ടി ഓടില്ല നോക്കണം. ഈ ടയറാണ് ഈ വണ്ടി കിട്ടുന്നെങ്കിൽ ഈ ടയർ ഇട്ടത് നായസ്കാർ ഓടേണ്ട വണ്ടിയായത്. അതുകൊണ്ട് നീ അവളെ കേൾക്കണം. അവൻ പറയുന്നത് അവന്റേതായ മണ്ടത്തരങ്ങളായിരിക്കാം, നീ അവനെ കേൾക്കണം. അവൻ പറയുന്നത് അവന്റെ വീരസാഹസിക അവളായിരിക്കാം, നീ അവനെ കേൾക്കണം ശാന്തമായി. അന്യോന്യം കേൾക്കുമ്പോൾ ജീവിതത്തിന്റെ പ്രതികൂലങ്ങളുടെ നല്ലൊരു ശതമാനം മാറ്റപ്പെടുകയാണ്. അന്യോന്യം ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്നവരാണ്. ആദ്യം ഞാൻ ഓർപ്പിച്ച സ്ത്രീകളുടെ ജീവിതത്തിലേക്ക് പോയി കൂടരിക്കാം എന്ന് പേരിട്ടിരിക്കുന്നതായ ഈ പരിപാടിയില് കൂടരിക്കാമെന്ന് പേരിട്ടിരിക്കുന്നതായ ഈ പരിപാടിയില് ആ കിളികൾ കൂടരിക്കുന്നതായിട്ട് കാണപ്പെട്ടില്ലേ? ആ കിളികൾ എങ്ങനെയാണ് കൂടരിക്കുന്നത്? ആൺകിളി അതിന്റെ തക്കമായ സ്ഥലം കണ്ടെത്തി ഈ കമ്പിന്റെ അച്ചത്തെ കൂടുണ്ടാക്കിയിരുന്ന ചെറിയ കിളികളുണ്ടല്ലോ, ആ കിളികൾ പലപ്പോഴും നദിയുടെ മുകളിലാണ് കൂടുണ്ടാക്കിയിരുന്നത്. അങ്ങനെ നദിയുടെ മുകളിൽ കൂടുണ്ടാക്കിയ കാരണമുണ്ട്. നദിയുടെ മുകളിലാകുമ്പോൾ പാമ്പ് കളിക്കുക, എഴുതി ഒന്നും പെട്ടെന്ന് കയറിയിരിക്കില്ല. വെള്ളത്തിൽ നിന്ന് ശത്രുവിന്റെ ഉപദ്രവം ഉണ്ടാകത്തില്ല. കാരണം വളഞ്ഞു കിടക്കുന്ന കപ്പായാണ്, അതേപോലെ കയറിയാനുള്ള കപ്പാസിറ്റി മറ്റേ ജീവിക്കില്ല. കിളിക്ക് വളരെ ഭാരം കുറവായതുകൊണ്ട് വളരെ ചെറിയ ഒന്നിലായി തൂങ്ങി കിടക്കാം. മറ്റൊന്ന്, നദികളാകുമ്പോൾ വെള്ളം കുടിക്കാനുള്ള സൗകര്യമുണ്ട്. അതിന്റെ മുകളിൽ ഒരുപാട് ചെറിയ പ്രാണികളൊക്കെ ഉണ്ട്, അതിനെയൊക്കെ ഭക്ഷണമാക്കാം. അപ്പൊ ആഹാരത്തിന് വെള്ളത്തിന് കുറവില്ല. മറ്റൊന്ന്, നദിയിൽ നിന്ന് പൊങ്ങി വരുന്ന വെള്ളത്തിന്റെ ആ നീരാവി, ആ തണുത്ത നീരാവിയെ ഇളമായിട്ട് വന്നിട്ട് നന്നായിട്ട് തന്നെ ശീതള കാറ്റാക്കി മാറ്റുമ്പോൾ എയർ കണ്ടീഷന്റെ സിസ്റ്റം അതിന്റെ ഉള്ളിലുണ്ടാകുന്നത്. വെയിലിനെ അതിനെ ഭയക്കേണ്ടതായിരിക്കില്ല. എത്ര സുരക്ഷിതമായ സ്ഥലമാണ് ഇതിലെടുത്തത്. ഓർമ്മിക്കേ, നിന്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി നീ ഇതുപോലെ സുരക്ഷിതവും സുന്ദരവും എയർ കണ്ടീഷൻ, അതെ വീട്ടിൽ AC മേടിച്ചേക്കണം ഇരിക്കുന്നത് പോരാന്ന് പറഞ്ഞല്ല, നിന്റെ ജീവിതത്തെ എയർ കണ്ടീഷൻ ആക്കി മാറ്റുന്നത് നീയാ. അങ്ങനെ സുഭിക്ഷമായ ഒരു ജീവിതമാക്കി നീ രൂപാന്തരപ്പെടുത്തണം. അന്യോന്യം ഉത്തരവാദിത്തങ്ങൾ വഹിക്കണം. മക്കള് എന്റെ മക്കളോ നിന്റെ മക്കളോ നമ്മുടെ മക്കളോ, എന്റെയും നിന്റേതെന്ന് പറഞ്ഞ മാറ്റി നിർത്താനുള്ളതല്ല, നമ്മുടെ മക്കളോ. അല്ലേ? X ക്രോമോസോമും Y ക്രോമോസോമും കൂടെ ചേരുകയല്ലേ തലമുറ ഉണ്ടാകുന്നത്. വൈദ്യശാസ്ത്രം പഠിച്ചുകൊണ്ട് അറിയാമല്ലോ. കൊച്ചുക്ലാസ് 9ാം ക്ലാസ് ബയോളജി ഈ ഭാഗം ഉണ്ടാകും. ഞങ്ങൾ പഠിച്ച ദിവസം ഇപ്പോൾ ഉള്ളതെന്ന് അപ്പോൾ അത് പഠിച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ മാതാപിതാക്കളിൽ നിന്ന് മക്കൾ ജനിക്കുന്നെങ്കിൽ ഈ മക്കൾ ആരുടെയാണ്? മാതാപിതാക്കളുടെയാണ്. അതിന് എന്റേതെന്ന് വേർതിരിക്കാനുള്ളതല്ല, മാറ്റി നിർത്താനുള്ളത്. ഇന്ന് പല ഭവനങ്ങളുടെയും അടുത്ത ഇടങ്ങളുടെ നാമത് തന്നെയാണ്. പല മക്കളും മാതാപിതാക്കളുടെ മുഖത്ത് നോക്കി അപ്പൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു, അമ്മ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിക്കാനുള്ള കാരണം കുഞ്ഞു പ്രായം മുതൽ കുഞ്ഞു കണ്ടുവന്നത് എന്താ? അമ്മയ്ക്ക് സമയമില്ല. അമ്മ ചുണ്ണാമ്പ് തേച്ചുകൂടെ ഇരിക്കുകയാണ്. ഇങ്ങനെ അമ്മയ്ക്ക് അതിനൊന്നും കഴിക്കുന്ന സമയമില്ല. അമ്മയ്ക്ക് അമ്മയുടെ ഓഫീസുകാരെ അമ്മയുടെ ജോലിക്കാർക്ക് എന്തെങ്കിലും ഉണ്ടാക്കും. അമ്മേ ഈ ഭക്ഷണം എനിക്ക് കടയിൽ കഴിക്കാൻ പറ്റത്തില്ലേ? എന്നാൽ അമ്മയെ പൈസ ഞാൻ പോയി കടയിൽ മനസ്സിലാക്കിയില്ലയോ? എന്തിനാ അമ്മയെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെക്കുന്നത്? ഇങ്ങനെ വിളമ്പി വെക്കാനാണോ? എന്താ ഭക്ഷണം കഴിക്കുമ്പോൾ എന്റെ കൂടെ അമ്മയ്ക്ക് വേണ്ടി ഇരുന്നാല് അമ്മ ഇങ്ങനെ വിളമ്പി വെച്ചിട്ട് പോകുന്ന എന്താ? അമ്മയ്ക്ക് എന്റെ കൂടെ ഇരുന്നുകൂടെ? ഞാൻ കഴിക്കുമ്പോൾ അമ്മയും കൂടെ എന്റെ കൂടെ ഇരുന്ന് കഴിച്ചുകൂടെ? അപ്പൻ എന്താ നേരം വൈകി ഞങ്ങൾ കഴിച്ചിട്ട് കിടക്കാൻ പറയുന്നത്? അപ്പൻ വരുമ്പോൾ ഞങ്ങൾ കാത്തിരിക്കാൻ തയ്യാറാ. അപ്പൻ എന്തേ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചാലും ഞങ്ങളുടെ കൂടെ അല്പനേരം ആ തീന്മേശയുടെ ചുറ്റിലിരുന്ന് എന്തെങ്കിലുമൊക്കെ പൊള്ളത്തരങ്ങളും കള്ളത്തരങ്ങളും കളിയാക്കലുകളും ഒക്കെ നടത്തി സുന്ദരമായി ഭക്ഷണം കഴിച്ചിട്ടൊന്ന് പോയേ പറഞ്ഞോട്ടെ. നിങ്ങൾ അവരുടെ ഉപാചനങ്ങളോ അവരുടെ മണ്ടത്തരങ്ങളോ പറഞ്ഞോട്ടെ. അത് കേൾക്കുവാൻ നമ്മൾ കേട്ടില്ലേ, പിന്നെ ആരാ കേൾക്കുന്നത്? പലപ്പോഴും ഇന്ന് കുടുംബജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങൾ ഭാഗിച്ചു കൊടുക്കുക. എനിക്കത് നിനക്കിത്. അപ്പോ ഭാര്യമാര് പലപ്പോഴും പറഞ്ഞ് പരാതിയില്ലേ, ഭാര്യമാര് ഈ പാചകം എന്തുകൊണ്ട് പുരുഷന് ചെയ്തുകൂടാ? പാചകം പുരുഷന് ചെയ്യാൻ പാചക സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്ന ഈ പുരുഷനല്ലേ. രണ്ടുപേരും അവനവന്റെ ഉത്തരവാദിത്തങ്ങൾ എടുക്കണം. രണ്ടുപേരും അന്യോന്യ ഉത്തരവാദിത്തങ്ങളെ പങ്കുവെക്കണം. ഇവിടെ ദാമ്പത്യ ജീവിതം സുന്ദരമായിത്തീരുന്നത്. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതങ്ങൾ വഴിവിട്ടു പോകുന്ന മറ്റു ബന്ധങ്ങളിലേക്ക് മാറ്റപ്പെടുന്ന കാലഘട്ടത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കയറുമാറിയിടരുത്, കയറുമാറി തള്ളി വണ്ടി ഓടുകയില്ല. ബെസ്റ്റ് ഫോർ യു, അതാണ് നിനക്ക് ജീവിക്കുന്നത്. ഓർമ്മ, നിനക്ക് കിട്ടിയ ജീവിത പങ്കാളിക്ക് പകരം വെക്കുവാൻ ഈ ഭൂമിയിൽ മറ്റൊന്നും തന്നെയില്ല. നിന്റെ ഭാര്യ അവളോളം കൊള്ളാവുന്ന നിനക്ക് വേറെയില്ല. നിന്റെ ഭർത്താവ് ഏതന്ത്യക്കാരൻ വന്നാലും നിന്റെ ഡൊണാൾഡ് ആൾക്കാരല്ലേ, അദ്ദേഹത്തിന്റെ ബുദ്ധിയല്ല കിട്ടാൻ നിന്റെ ഭാഗ്യം നോക്കാം. ഈ യുദ്ധം കഴിഞ്ഞപ്പോഴില്ല പറിച്ചു നിർത്തണം നിന്റെ ഭാഗ്യം ഇന്ത്യക്കാരൻ കേട്ടാണ്. അതുകൊണ്ട് ഈ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിച്ചാലിനെ കുറ്റപ്പെടുത്തിയിട്ടും പാടില്ല. നാം ഒന്നാണ്, നാം
നമുക്കൊന്നാണ് എന്ത് തീരുമാനം. നീ പറഞ്ഞാലും ഞാൻ പറഞ്ഞാലും അവസാനത്തെ തീരുമാനം അത് നമ്മുടേതാണ്. എന്റേതാണ് നമ്മുടേതാണ്. അന്യോന്യം കരുതുവാൻ, കുടുംബത്തിൽ കൂടെ ഇരിക്കുവാൻ, മക്കൾക്ക് കൂട്ടായിരിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം മറന്നു പോകരുത്. ചില ദാമ്പത്യ ജീവിതങ്ങളുടെ ദുർഘടാവസ്ഥ ചില ആധിപത്യങ്ങളും ചില അടിമത്തങ്ങളുമാണ്. ആധിപത്യങ്ങളും അടിമത്തങ്ങളും അല്ല നമുക്ക് കഞ്ഞിയിലെ അരിയാണ് പുരുഷൻ, അതിന് സ്വാദുണ്ടാക്കുന്ന ഉപ്പാണ് സ്ത്രീ. പക്ഷെ അരിക്ക് തുല്യം ഉപ്പ് വേണം എന്ന് നിർബന്ധം പിടിക്കുമ്പോഴാണ് പല കഞ്ഞിയും കുടിക്കാൻ പറ്റുന്നത്. എന്താ ശരിയല്ലേ? ശരിയല്ലേ? പല കഞ്ഞിയും കുടിക്കാൻ പറ്റാത്തത് കാരണം ഈ അരിക്ക് തുല്യം ഉപ്പ് വേണമെന്നുള്ള വാശിയാണ് അവസാനിപ്പിക്കണം. അത് പുരുഷൻ അരിയായാലും പുരുഷൻ ഉപ്പായാലും, ഇനി സ്ത്രീ അരിയായാലും സ്ത്രീ ഉപ്പായാലും, മക്കളെ അരിക്ക് തുല്യ ഉപ്പായിക്കൂട. ഉപ്പിന്റെ ദൗത്യമുണ്ട്. നിനക്ക് അല്പം മതി, പക്ഷെ ആ കഞ്ഞിയെ മുഴുവൻ രുചികരമാക്കി തീർക്കാൻ നിനക്ക് കഴിയും. നിന്റെ അല്പമുണ്ട്. പക്ഷെ പുരുഷൻ അരിയാണെങ്കിൽ അവൻ എന്തോ ഒരു പാടുപെട്ടവരാ. ഒരു 5000 കപ്പുള്ള കഞ്ഞി ഉണ്ടാകും അല്ലേ? എന്തോ ഒരു കഞ്ഞി ഉണ്ടെങ്കിൽ 5000 കപ്പുള്ള കഞ്ഞി ഉണ്ടാൻ പറ്റും. ഉപ്പോ അല്പം മതി 5000 കപ്പുള്ള കഞ്ഞിക്കാനായിട്ട്. അപ്പോൾ നീ ചിലക്കാരിയല്ല നീ വാങ്ങുന്നത്. അപ്പൊ നീ അരിയാനായിട്ടുള്ളതിന്റെ ഈ വെമ്പലാണ് അവസാനിപ്പിക്കണം. നിനക്ക് കിട്ടിയ നന്മയെ കിട്ടി. സ്ത്രീകൾക്ക് പലപ്പോഴുള്ള കുഴപ്പമുണ്ടല്ലോ. ഇവർക്ക് കിട്ടിയതോടെ ആ പുരുഷന്മാർ കിട്ടിയതിൽ ഒരു യാഥാർത്ഥ്യം. പക്ഷെ ഇവർക്ക് അറിയില്ലെന്നുള്ള ഇവരുടെ അറിയില്ലായ്മയാണ് ഇവരുടെ കുഴപ്പം. അല്പം ഉപ്പായിരിക്കുന്ന നിനക്ക് അത്രയും കഞ്ഞിയെ രുചികരമാക്കി തരുവാൻ കഴിയുമെങ്കിൽ അരിയാകാനായിട്ട് കൊടുക്കുന്നത്. അരിയായിരിക്കുന്ന നീ ഇതിനെ ഉപ്പാകാനായിട്ട് കൊടുക്കുന്നത്. നീ അരിയായും അവൾ ഉപ്പായും അവശേഷിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം കഞ്ഞിയായി മാറ്റപ്പെടത്തില്ല, നല്ല രുചിയുള്ള ആഹാരമായി മാറ്റപ്പെടും. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം രുചികരമാക്കി തീരുവാൻ തക്കവണ്ണം the couples that prays together stays together. പ്രാർത്ഥന എന്ന മൂലക്കല്ലിന്മേൽ പണിയപ്പെട്ട് പ്രാർത്ഥന എന്നതുകൊണ്ട് നടത്തപ്പെടുന്ന, പ്രാർത്ഥനയാകുന്ന ഇന്ധനത്താൽ നടത്തപ്പെടുന്ന, അതിന് യോജിച്ച കരലുകൾ മാത്രമുള്ള ഒരു വാഹനമായി നിങ്ങളുടെ കുടുംബജീവിതം മാറ്റപ്പെടട്ടെ. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ സർവശക്തമായ ദൈവം അനുഗ്രഹിക്കട്ടെ. വിവാഹോദാശം ചൊല്ലുന്നതായ നോഹിനെയും അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും യോസേഫിനെയും അവരുടെ ദാമ്പത്യ ജീവിതങ്ങളെയും അനുഗ്രഹിച്ച ദൈവം, മഹോന്നതമായ ദൈവം, ശ്രീനാമലെ പൂർവിതാമന്മാർ അനുഗ്രഹിക്കാനായ ഇറങ്ങാനായ ദൈവം ഇന്ന് നിങ്ങളുടെ ദാമ്പത്യ ജീവിതങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങളുടെ ദാമ്പത്യ ജീവിതം കടങ്ങളെ പരിഹരിക്കുകയും പാപങ്ങളെ ശിക്ഷിക്കുകയും കുറവുകളെ മികച്ചവരാക്കി തീർക്കുകയും നിങ്ങളുടെ ബലഹീനതകളെ ശക്തീകരിക്കുകയും ചെയ്തുകൊണ്ട് സുന്ദരമായ അവരുണ്ടാക്കിയ നിരന്തരം മീനി പോലെ രുചികരമായ ലഹരിയുള്ളതായ ഉപരിവാൻ കൊള്ളാവുന്ന മേൽത്തര വീഞ്ഞുകളായി നന്മയുള്ള കുടുംബജീവിതങ്ങളായി നിങ്ങളുടെ ദാമ്പത്യ ജീവിതങ്ങൾ രൂപാന്തരപ്പെടുന്നതിന് പ്രാർത്ഥിച്ച് എല്ലാ നന്മകളും ദൈവീക ഐശ്വര്യങ്ങളും കാണുന്നത് നോക്കട്ടെ. ദൈവം നിങ്ങളെയും നിങ്ങളുടെ ദാമ്പത്യ ജീവിതങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും നിങ്ങൾക്ക് ജനിക്കുവാനിരിക്കുന്ന തലമുറകളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദൈവം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധമായതിനു ശേഷം ശുദ്ധമുള്ള ആലയത്തിലായിരിക്കുമ്പോൾ ദൈവം നല്ല നന്മകളെ തുടങ്ങി അവനെങ്ങനെയോളം നടത്തിയ നന്മകളെ തുടങ്ങി അവന്റെ മുമ്പാകെ നന്ദിയുള്ളവരായി നമുക്ക് അവശേഷിക്കാം. പരമവാരനും തന്റെ മകൻ സിംഹാസം തുറന്നു നമ്മളോടൊക്കെയും കരുണ ചെയ്യുന്നതിനായിരിക്കും. അവന്റെ കരുണയുടെ അവകാശികളും അവന്റെ കരുണയുടെ അനന്തരഗാമികളുമായി ജീവിക്കാൻ തക്കവണ്ണം നമുക്കും നമ്മുടെ തലമുറകൾക്കും ഇടയാകരുത്. നമുക്ക് അവന്റെ മുമ്പാകെ പ്രാർത്ഥനയോടെ ആയിരിക്കും. പ്രാസംഗൻ എന്ന വാക്കിയല്ലാത്ത സന്ദർഭവശാൽ വന്നു കഴിയും. പ്രാസംഗൻ എന്ന് പറഞ്ഞിട്ട് അപ്പൊ സന്ദർഭവശാൽ വന്നു കഴിയുകയാണ് പ്രാർത്ഥന പറയുക. വിളിച്ചത് മറ്റൊന്നാണ്. നിങ്ങളുടെ ആരോഗ്യത്തെപ്പറ്റി ഒരു അവബോധം വരുവാൻ തക്കവണ്ണമാണ് ആഗ്രഹിച്ചത്. പക്ഷെ പ്രത്യേക സാഹചര്യത്തിൽ അതിന് കഴിയാതെ വന്നപ്പോൾ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടാണ്. അതുകൊണ്ട് അവപ്പിഴകൾ എന്തെങ്കിലും പറ്റിയ സാധനം ക്ഷമിക്കുകയും പ്രിയപ്പെട്ട ദമ്പതികളെ എന്ന് നിങ്ങൾ അഭിസംബോധന ചെയ്യുമ്പോൾ ഈ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ സഭ
നവവധൂവരന്മാർക്ക് ഈ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് കൊടുക്കുന്നത്, വിവാഹത്തിന് മുമ്പുള്ളതായ കൗൺസിലിംഗ് സെഷൻ കൊടുക്കുന്നത്. അത് കൊടുക്കുന്നത് അതിനുശേഷം വിവാഹ ജീവിതം ഒന്ന് സമ്പൽ സംസ്കാരമൊന്നും ഉറപ്പുള്ള